ഗുഡ് ഈവനിങ്. മാറ്റിനി ഫിലിമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിപോലെ ഞായറാഴ്ചകളിൽ നമ്മൾ പാട്ടുവിശേഷം മ്യൂസിക് തെറാപ്പിയുടെ 58ാമത്തെ സെഷനിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഇത് നമ്മൾ വി ദക്ഷിണാമൂർത്തി എന്ന് പറയുന്ന സ്വാമികളെയാണ് പാട്ടിന്റെ സ്മരണയിലൂടെ കൊണ്ടുപോകുന്നത്. സോ അതിനുവേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ജോസഫ് ജോൺ സാറിനെ നമുക്ക് ഇതിലേക്ക് ക്ഷണിക്കാം. എല്ലാവരും സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. അതോടൊപ്പം ജോസഫ് ജോൺ സാറിനെ. ജോസഫ് സാർ, യു ആർ വെൽക്കം. താങ്ക് യു സർ. പ്രപഞ്ചനാഥനെ ഹൃദയത്തിൽ സ്മരിച്ചുകൊണ്ട്, നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് ആരംഭിക്കട്ടെ. മ്യൂസിക് തെറാപ്പി പാട്ടുവിശേഷം അതിൻ്റെ സർ പറഞ്ഞ പോലെ 58ാമത് എപ്പിസോഡിലേക്കാണ് നമ്മൾ ഇന്ന് പ്രവേശിക്കുന്നത്. പാട്ടിന്റെ വഴികളിലൂടെയുള്ള സഞ്ചാരം. മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു വലിയ ഭാഗം സംഗീതത്തിലുണ്ട്, അല്ലേ? എ ലാർജ് പാർട്ട് ഓഫ് പീപ്പിൾസ് ലൈഫ്സ് സംഗീതം ഒക്കുപ്പൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ശബ്ദം ഒക്കുപ്പൈ ചെയ്യുന്നു. ശബ്ദത്തിന്റെ വേറൊരു റിഫൈൻഡ് ആണല്ലോ സംഗീതം. റിഫൈൻ ചെയ്തില്ലെങ്കിലും സംഗീതമുണ്ട്, പ്രകൃതിയിൽ സംഗീതമുണ്ട്. അത് ജനസമൂഹങ്ങൾക്ക് അതീതമാണ്, കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടുകൾക്ക് അതീതമാണ്. ഏത് ജനവിഭാഗമായാലും ഏത് സംസ്കാരത്തിലുള്ളവരായാലും അവരുടെയൊക്കെ ജീവിതത്തിന്റെ ഒരു വലിയ പോർഷൻ, ഒരു ഭാഗം സംഗീതം വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. പീപ്പിൾ ലിസൺ ടു മ്യൂസിക് ഇൻ വേരിയഡ് കോണ്ടെക്സ്റ്റ്. പല സന്ദർഭങ്ങളിൽ പാട്ടുകൾ കേൾക്കുന്നത്, അല്ലേ? അപ്പോൾ let us examine the cognitive effects of listening to music in different contexts. വ്യത്യസ്ത സാഹചര്യങ്ങൾ സംഗീതം ശ്രവിക്കുന്നത് കൊണ്ടല്ല, പാടുന്നത് കൊണ്ട് മാത്രമല്ല, ജസ്റ്റ് ലിസണിങ് കൊണ്ട് പോലും നമ്മുടെ കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ് എറൗസ് ചെയ്യപ്പെടുന്നു, അല്ലേ? അതാണ് എന്താണ് കോഗ്നിറ്റീവ് എഫക്ട്സ്, കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ് എന്ന് പറയുമ്പോൾ ധാരണാപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അറിവ്, ബ്രെയിൻ്റെ ഒരു ഫാക്കൽറ്റിയാണ് കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ്. ഓർമ്മ, ഇതൊക്കെയാണ്. ഇതെല്ലാം എങ്ങനെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ പാട്ട് കേൾക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം. രണ്ട് തിയറികൾ അതിലുണ്ട്. നമ്മൾ ഇന്ന് ഒരു തിയറി ഒന്ന് പരിശോധിക്കാം, അതിനുള്ള സമയമുള്ളൂ. ഒന്ന് ഡിസ്ട്രാക്ഷൻ കോൺഫ്ലിക്റ്റ് തിയറി, ഡിസ്ട്രാക്ഷൻ കോൺഫ്ലിക്റ്റ് തിയറി. രണ്ടാമത്തത് മൂഡ് എറൗസൽ ഹൈപ്പോതെസിസ്. നമ്മൾ ഡിസ്ട്രാക്ഷൻ കോൺഫ്ലിക്റ്റ് തിയറിയെ കുറിച്ചായിരിക്കും ഇന്ന് കൂടുതൽ സംസാരിക്കുക. ദീസ് തിയറീസ്, ഞാൻ ഈ പറഞ്ഞ രണ്ട് തിയറികളും, ഹൗ ഡിഫറെന്റ് എലമെന്റ്സ് ഓഫ് മ്യൂസിക് നമ്മുടെ കോഗ്നിറ്റീവ് ഫാക്കൽറ്റികളെ അല്ലെങ്കിൽ ആ കഴിവുകളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എലമെന്റ്സ് ഓഫ് മ്യൂസിക് എന്ന് പറയുമ്പോൾ മൊണോട്ടണി ആൻഡ് റെപ്പറ്റീഷൻ. മൊണോട്ടണി, ഇപ്പൊ ഒരേ പാട്ട് തന്നെ ഇങ്ങനെ ആവർത്തിച്ച് കേട്ട് കഴിഞ്ഞാൽ മുഷിപ്പ് തോന്നാത്ത പാട്ടുകളുണ്ട്, പക്ഷെ സാധാരണ കേസിൽ മൊണോട്ടണി ഉണ്ടാകും, വിരസതയുണ്ടാകും. ഇതൊക്കെയാണ് ഇവിടെ ഈ കോഗ്നിറ്റീവ് ഫാക്കൽറ്റിയെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ അടിസ്ഥാനങ്ങൾ. ടെമ്പോ ആൻഡ് വാലൻസ്. ടെമ്പോ എന്ന് പറഞ്ഞാൽ അറിയാം, ഗതിവേഗം, എത്ര വേഗത്തിലാണ്, അതിൻ്റെ താളമോ താളക്രമം എന്ന് പറയും. ടെമ്പോ ആൻഡ് വാലൻസ്. വാലൻസ് എന്ന് പറഞ്ഞാൽ എല്ലാം യുണൈറ്റ് ചെയ്യാനുള്ള, സംയോജിപ്പിക്കാനുള്ള ശക്തി. പ്രസൻസ് ഓഫ് ലിറിക്സ്. ലിറിക്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. മ്യൂസിക്കിന് ലിറിക്സ് അത്യാവശ്യമല്ല. ലിറിക്സ് ഉണ്ടോ ഇല്ലയോ, ലിറിക്സ് ഉള്ള പാട്ടുകളും ലിറിക്സ് ഇല്ലാത്ത സംഗീതവും എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളത്. പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ്, സ്വഭാവ വിശേഷം.
ഓരോ വ്യക്തിയുടെ സ്വഭാവ വിശേഷങ്ങൾ നോക്കുകയാണെങ്കിൽ ചിലർ ഇൻട്രോവേർട്ട് ആയിരിക്കാം, ചിലർ എക്സ്ട്രോവേർട്ട് ആയിരിക്കാം. പിന്നെ സെക്സ് ഡിഫറൻസ്, മെയിൽ ഓർ ഫീമെയിൽ, ഏജ്, മ്യൂസിക്കൽ ട്രെയിനിങ്, സംഗീതം പഠിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഇതിനകത്ത് ഘടകങ്ങളാണ്. ക്ലിനിക്കൽ സിംറ്റംസ്, രോഗാവസ്ഥ. ഇപ്പോൾ കോഗ്നിറ്റീവ് ഫാക്കൽറ്റിയെ ബാധിക്കുന്ന കാര്യങ്ങളൊക്കെയാണല്ലോ ഇതല്ല ഈ പറഞ്ഞതൊക്കെ. ഒരു രോഗാവസ്ഥയുള്ള എസ്പെഷ്യലി ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസസ് ഓർ ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസീസസ്, ഇതൊക്കെ ഉണ്ടോ എന്നുള്ളതും ഘടകമാണ്. എന്തിന്? മനുഷ്യന്റെ ധാരണാശക്തിയെ എങ്ങനെ സംഗീത ശ്രവണം സ്വാധീനിക്കുന്നു എന്ന് പഠിക്കുവാൻ ഈ കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്യും. ഒന്നുകൂടെ പറയണോ? വിരസതയും ആവർത്തനവും, ടെമ്പോ ആൻഡ് വാലൻസ്. ടെമ്പോ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, വാലൻസ് ഇതിന്റെ സംയോജന ശക്തിയാണ്. പ്രസൻസ് ഓഫ് ലിറിക്സിന്റെ പ്രസൻസ് ഓർ ആബ്സൻസ്, ലിറിക്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ദെൻ പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സിൽ നമ്മൾ പറഞ്ഞു ഇൻട്രോവേർഷൻ ആണോ എക്സ്ട്രോവേർഷൻ ആണോ, ഏജ്, സെക്സ് ആണ്, ഏജ്, മ്യൂസിക്കൽ ട്രെയിനിങ്, ഇതൊക്കെ ബാധിക്കും. ക്ലിനിക്കൽ സിംറ്റംസ്, രോഗാവസ്ഥ. ഇതൊരു ന്യൂറോ ഫങ്ഷനാണ്. ഇത് പാട്ട് കേൾക്കുമ്പോൾ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെയാണ് ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസസ് ഉണ്ടോ, ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസീസസ് ഉണ്ടോ എന്നതും ഘടകമാണ്. എന്താണ് ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസസിന് ഉദാഹരണം പറയാം? ധാരാളമുണ്ട്. ന്യൂറോണിന്റെ തകരാറ് കൊണ്ടുണ്ടാകുന്നത്, നേഴ്സിന്റെ തകരാറ് കൊണ്ടുണ്ടാകുന്നത്, അൽഷൈമേഴ്സ്, പാർക്കിൻസൺസ് ഡിസീസ്, അല്ലെ? അങ്ങനെ ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ഘടകമാണ്. ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസീസസ് എന്ന് പറയുന്നത് ന്യൂറോ അതുകൊണ്ട് ഉണ്ടാകുന്ന, അല്ലാതെ ഡെവലപ്മെന്റ് അല്ല, അതിന്റെ ന്യൂറോയുടെ കണ്ടീഷൻ കൊണ്ട് ഉണ്ടാകുന്ന രോഗങ്ങൾ അല്ലെങ്കിൽ അവസ്ഥകൾ, രോഗങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല. ADHD, ഓട്ടിസം, അങ്ങനെയുള്ള LD ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാമാണ് ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ്. അതുണ്ടോ ഇല്ലയോ എന്നുള്ളത്. എക്സെട്ര പ്രൊവൈഡ് ബെനിഫിഷ്യൽ ഓർ ഡെട്രിമെന്റൽ എഫക്ട്സ്. ഈ ഘടകങ്ങളൊക്കെ സംഗീത ശ്രവണം ഗുണം ചെയ്യുന്നു അല്ലെങ്കിൽ ദോഷം ചെയ്യുന്നു എന്നത് വിലയിരുത്താൻ ആവശ്യമാണ്. Findings in research support distraction conflict theory and the mood arousal hypothesis, where the combined effects of fulfilling simple tasks and listening to high arousal positive valence music result in enhanced performance. ഈ രണ്ട് തിയറികളും പറയുന്നത് എന്താണ്? Combined effects of fulfilling simple tasks and the listening to high arousal. Arousal ഇവിടെ എന്താണ്? അറൗസൽ മ്യൂസിക്കാണ്, അല്ലെ? മ്യൂസിക്കാണ് പ്രത്യേക ഒരു സംവേദനം നൽകാനായിട്ട് ഒരു അഡീഷണൽ ആയിട്ട് ഇവിടെ വരുന്ന കാര്യം. ഇപ്പൊ സിമ്പിൾ ടാസ്ക് ചെയ്യുമ്പോൾ സംഗീത ശ്രവണത്തോടു കൂടി ചെറിയ ടാസ്ക്, സിമ്പിൾ ടാസ്ക് എന്ന് പറയുമ്പോൾ എന്താണ്? പരിചിതമായിട്ടുള്ളതായിരിക്കാം, റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിരിക്കാം, അത്ര കഠിന പ്രയത്നം വേണ്ട, കഠിന ചിന്തയൊന്നും വേണ്ടാത്ത, അല്ലെങ്കിൽ നമ്മൾ അത് യൂസ് ടു ആയി. ഇപ്പൊ ഡ്രൈവിംഗ് എക്സാമ്പിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ ടാസ്കുകൾ ചെയ്യുമ്പോൾ ഈ മ്യൂസിക് ശ്രവണം കൊണ്ട് റിസൾട്ട് ഇൻ എൻഹാൻസ്ഡ് പെർഫോമൻസ്, ഒരു പോസിറ്റീവ് വയലൻസ് ഉണ്ടാകും, ഒരു പോസിറ്റീവ് സംയോജനം ഉണ്ടാവുകയും ഒരു എന്താണ് എൻഹാൻസ്ഡ് പെർഫോമൻസ് സാധിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇന്ന് പണ്ടൊക്കെ നമ്മൾ സംഗീതം കേൾക്കണമെങ്കിൽ, സംഗീതം മാത്രമല്ല പാട്ട് കേൾക്കണമെങ്കിൽ പോലും വളരെ ബുദ്ധിമുട്ടായിരുന്നു, അല്ലേ? നമ്മുടെ ചെറുപ്പത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അന്ന് ഓർത്ത് പറയാൻ എങ്ങനെയായിരുന്നു അന്ന് സംഗീതം കേൾക്കാനുള്ള അവസരങ്ങൾ ഉപയോഗിച്ചിരുന്നതെന്ന് പറയാം. ആർക്കെങ്കിലും ഷെയർ ചെയ്യാം. എന്തായിരുന്നു സോഴ്സ്?
ഏറ്റവും പ്രധാനമായ സോഴ്സ് എന്തായിരുന്നു? റേഡിയോ. റേഡിയോ. ഇപ്പൊ റേഡിയോ എവിടെ വീട്ടിലൊക്കെ എന്താ ഒരു പുരാവസ്ഥമായിട്ട് മാറിയിരിക്കുകയായിരിക്കും. എവിടെയെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ സാധനം ഇട്ട് വെക്കാൻ ഒക്കെ ആയിട്ട് റേഡിയോ ഉപയോഗിക്കും. പക്ഷെ അന്ന് നമ്മൾ റേഡിയോയ്ക്ക് വേണ്ടി കാത്തിരുന്നു. ചലച്ചിത്ര ഗാനങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്ന സമയം എപ്പോഴാണെന്ന് പത്രത്തിൽ നോക്കിയിരുന്നു. അല്ലെങ്കിൽ രാവിലത്തെ പരിപാടികൾ നമ്മളത് ശ്രദ്ധിച്ചിരുന്നു. ഇന്നിപ്പോ അങ്ങനെയാണോ? നമ്മുടെ വിരൽത്തുമ്പിൽ എല്ലാം ഏത് തരത്തിലുള്ള സംഗീതം വേണമെങ്കിലും പ്രാപ്യമാണ്. Today's access to music is simple. Any song, any time. ഏത് പാട്ട് വേണമെങ്കിലും ഏത് സമയത്തും നമുക്ക് കരസ്ഥമാക്കാം അല്ലെങ്കിൽ കേൾക്കാം. പ്രാപ്യമാണ്. ലിസണിങ് ടു മ്യൂസിക് ഹാസ് സ്കൈറോക്കറ്റ്. റോക്കറ്റ് പോലെ കുതിച്ചുയർന്നു പാട്ട് കേൾക്കുന്ന അവസരങ്ങളും അങ്ങനെ പാട്ട് കേൾക്കുന്ന മനുഷ്യരും അതിനോട് താല്പര്യമുള്ളവരും കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഈ സ്പോട്ടിഫൈ എന്ന് പറയുന്ന ഒരു ആപ്പുണ്ടല്ലോ, 118 മില്യൺ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ 11,80,00,000 ഉപഭോക്താക്കളാണ് സ്പോട്ടിഫൈക്ക്. അത് കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത്. കാരണം ജെന്യുവിൻ ഇൻട്രസ്റ്റ് ആണ് അതിന്റെ പിന്നിൽ, പാട്ട് കേൾക്കാനുള്ള താല്പര്യം. Okay. Much of listening takes place while engaging in other tasks. മറ്റ് ജോലികൾ ചെയ്യുമ്പോൾ പാട്ടുകൾ കേൾക്കുന്നത് ഒരു ശീലമായി ആൾക്കാർക്ക് വന്നിട്ടുണ്ട്. ഓഫീസ് വർക്കിൽ, ഡ്രൈവിംഗ്, ബസ്സിലൊക്കെ കയറിയാൽ അടിപൊളി പാട്ട് കേട്ടുപോകാം. അപ്പോൾ അവിടെ അതൊരു സിമ്പിൾ ടാസ്ക്കാണ് അദ്ദേഹം ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് റിലാക്സ് ചെയ്തിരിക്കുക, യാത്ര ചെയ്യുക എന്ന് പറയുന്നത് ഒരു ടാസ്ക് ആണല്ലോ, അതും ഒരു സിമ്പിൾ ടാസ്ക്. അപ്പോൾ അവിടെ പാട്ട് കേൾക്കുന്നത് ഒരു പോസിറ്റീവ് ബാലൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. മ്യൂസിക് റിസൾട്ട് ഇൻ എൻഹാൻസ്ഡ് പെർഫോമൻസ്. ഡ്രൈവർക്ക് വളരെ ശ്രദ്ധ കൂടുകയാണ് ചെയ്യുക. ഓക്കെ. ഓഫീസ് വർക്ക്, ഡ്രൈവിംഗ്, പിന്നെ വർക്ക്ഷോപ്പിലൊക്കെ വർക്ക് ചെയ്യുന്നത്, ഓട്ടോറിക്ഷയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുപോലെയുള്ള വർക്ക് പ്ലേസസിൽ എപ്പോഴും പാട്ട് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നത് എന്താണ്, ഈ റേഡിയോ കൊച്ചി എഫ് എം റേഡിയോസ്. ഇപ്പൊ പരസ്യങ്ങളുടെ ഒരു ശല്യമുണ്ട്. പക്ഷെ അന്നൊക്കെ നേരത്തെയൊക്കെ നല്ല പാട്ടുകൾ കേൾക്കുന്ന അല്ലെങ്കിൽ പാട്ട് ചോദിച്ച് വാങ്ങുന്ന പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരുന്നു. ആശാലതയും അങ്ങനെയുള്ളവരൊക്കെ ഓർക്കുന്നു. ഒരു ബാലകൃഷ്ണനും ഒക്കെ എൻ്റെ ഓർമ്മയിൽ വരികയാണ്. പണ്ട് അവരെ എപ്പോഴും ശ്രദ്ധിക്കുമായിരുന്നു. 68% ആൾക്കാരും USA ജോലി ചെയ്യുന്നവരുടെ കാര്യമാണ് കേട്ടോ, അവർ മൾട്ടി ടാസ്ക് ചെയ്യുന്നത് സംഗീതം ശ്രമിച്ചുകൊണ്ടാണ്. അവിടെ പ്രധാന ഘടകം എന്ന് വെച്ചാൽ എങ്ങനെയുള്ള പാട്ടായിരിക്കണം എന്നുള്ളതൊക്കെ എത്ര വോളിയം വെക്കണമെന്നുള്ളതൊക്കെ ഘടകങ്ങളാണ്. അതൊക്കെ നമ്മൾ ആ ഒരു വർക്കിൻ്റെയും വർക്ക് പ്ലേസിൻ്റെയും ജോലി ചെയ്യുന്നവരുടെയൊക്കെ കാര്യങ്ങൾ, അവരുടെ കണ്ടീഷനും ഒക്കെ വിലയിരുത്തി ചെയ്യേണ്ട കാര്യങ്ങളാണെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടത്. പക്ഷേ ഇങ്ങനെയുള്ള ഗുണങ്ങളുണ്ട്. ബോറടിക്കുന്നത് മാറ്റും പാട്ട് കേൾക്കുന്നത്. ഇംപ്രൂവ് ഫോക്കസ്, നമ്മുടെ ഫോക്കസ് ഇംപ്രൂവ് ചെയ്യും. ശ്രദ്ധിക്കാനുള്ള കഴിവ് ഇംപ്രൂവ് ചെയ്യും. എൻഹാൻസ് പെർഫോമൻസ്, സംഗീതത്തിന്റെ അകമ്പടി, ചെറിയ വോളിയത്തിൽ നല്ല സംഗീതത്തിന്റെ അകമ്പടി ഉണ്ടെങ്കിൽ ഇതൊക്കെ സാധിക്കും. പക്ഷേ പലരും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് നഗ്നസത്യം. അതത്ര മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷെ അത് മൈൻഡ് ചെയ്താലോ അതിൻ്റെ ഈ ഗുണങ്ങൾ നമുക്ക് ആസ്വദിക്കാൻ അല്ലെങ്കിൽ അനുഭവിക്കുവാൻ കഴിയും എന്നുള്ളതാണ് സത്യം. മൊസാർട്ട് എഫക്റ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? മൊസാർട്ട് എഫക്റ്റ് ഇത് 1993 ഒരു റിസർച്ച് ഫൈൻഡിങ് ആണ്. 36 കോളേജ് സ്റ്റുഡൻസ് would score higher on spatial reasoning task. സ്പേഷ്യൽ റീസണിങ് ടാസ്കിന്റെ ഒരു ഉദാഹരണം ഞാൻ സാബു സാറിന് ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഏറ്റവും കാണിച്ചത് നല്ലതായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ടെസ്റ്റിൽ ഈ 36 കുട്ടികൾ മൊസാർട്ട് കേട്ടതിന് ശേഷം പോയി അറ്റൻഡ് ചെയ്തപ്പോൾ they could score higher എന്നാണ്.
മൊസാർട്ട് സംഗീതത്തിൽ മൊസാർട്ട്, അതിനെയാണ് മൊസാർട്ട് എഫക്റ്റ് എന്ന് പറയുന്നത്. ഈ മൊസാർട്ട് എഫക്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം ഇതിൽ കൂടുതൽ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതിൽ പഠനം നടത്തിയപ്പോൾ 2 അഭിപ്രായമുണ്ട്. സംഗീതം ദൂഷ്യം ചെയ്യുമെന്ന് പറയുന്നവരും ഉണ്ട്. അപ്പൊ അതിലേക്ക് നമുക്ക് വരാം, എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്. Some researchers claim that music provides a slew of benefits such as improving levels of mood, mental stimulation, and excitatory, energizing physiological responses by autonomic nervous system. അതിലേക്ക് നമുക്ക് വരാം. ഒന്ന്, ഇംപ്രൂവിങ് ലെവൽസ് ഓഫ് മൂഡ് ഇംപ്രൂവ് ചെയ്യുമെന്നുള്ളത് നമുക്കറിയാം. ദെൻ മെന്റൽ സ്റ്റിമുലേഷൻ, മനസ്സിനെ ഉത്തേജിപ്പിക്കും, ഉണർത്തുന്നു, സ്റ്റിമുലേഷൻ, മെന്റൽ സ്റ്റിമുലേഷൻ. ആൻഡ് എക്സൈറ്റേറ്ററി, ദാറ്റ് മീൻസ് ഏബിൾ ടു എക്സൈറ്റ്, എക്സൈറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യാൻ സംഗീതത്തിന് സാധിക്കും. ഒരു ആവേശം ചെയ്യാനുള്ള ഒരു താല്പര്യം ക്രിയേറ്റ് ചെയ്യാനായിട്ട് സംഗീതത്തിന് സാധിക്കും. Then energizing physiological response by autonomic nervous system. എന്താണ് autonomic nervous system? എന്താണ് autonomic nervous systemത്തിന്റെ ഫങ്ഷൻ എന്ന് പറയാം ആരെങ്കിലും? ഇപ്പൊ നമ്മളിവിടെ ഇരിക്കുന്നു, നമ്മൾ അറിയാതെ എന്തെല്ലാം ഫങ്ഷൻസ് ആണ് നമ്മുടെ ശരീരത്തിൽ നടക്കുക. Autonomic nervous system regulate involuntary physiological, ഇൻവോളണ്ടറി ആക്ഷൻ എന്ന് പറയുന്നതാണ് involuntary physiological processes നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്, ഇൻവോളണ്ടറി ആയിട്ട് നടക്കുന്നു. മസ്തിഷ്കത്തിന്റെ ബ്രെയിനിന്റെ അനുവാദമില്ലാതെ അനുവാദത്തിനൊന്നും കാത്തു നിൽക്കാൻ സമയമില്ലല്ലേ. പ്രവർത്തിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൃദയം പ്രവർത്തിക്കത്തില്ലല്ലോ. അപ്പം ഓട്ടോണമസ് ആയിട്ട് ഓട്ടോണമിക് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്ന ആ സിസ്റ്റങ്ങളാണ്. ഡൈജഷൻ നടക്കുന്നുണ്ട് അല്ലേ, റെസ്പിറേറ്ററി സിസ്റ്റം. ബോധപൂർവം അല്ല, നമ്മളത് കമാൻഡ് കിട്ടിയിട്ടല്ല ചെയ്യുന്നത്, അത് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് അല്ലേ. അപ്പോൾ അതെല്ലാം സംഗീത ശ്രവണം കൊണ്ട് സാധിക്കുന്നു. പക്ഷേ കോംപ്ലക്സ് ടാസ്ക് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ സംഗീതം ഇച്ചിരി ശല്യമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അത് ഇമ്പയർ ചെയ്യാൻ സാധ്യതയുണ്ട് അല്ലേ. ആ ശ്രദ്ധയെ, ഇപ്പോൾ റോക്കറ്റ് വിക്ഷേപണ കാര്യങ്ങളൊക്കെ ചെയ്യുവാണ്, അവിടെ നല്ല അടിപൊളി പാട്ട് അല്ലെങ്കിൽ ചെറിയ സംഗീതത്തിന്റെ ഒരു ഡിപ്പെൻസ് ഓൺ ദാറ്റ് പ്രോസസ് ആൻഡ് മോമെന്റ് ഓർ എൻവയൺമെന്റ് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സംഗീതം ചിലപ്പോൾ ഹിൻഡർ ചെയ്തേക്കാം. പക്ഷെ അവിടെയും അല്പം ഗുണം ചെയ്യും എന്നാണ് പറയുക. ഗുണം ചെയ്യുന്നത് ഗുണകരമല്ലാതാവാതിരിക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തും. അതിന് അനുയോജ്യമായ പാട്ടുകൾ എടുക്കുക, അനുയോജ്യമായ സമയത്ത് അല്ലെങ്കിൽ അനുയോജ്യമായ ബ്രേക്കുകൾ കൊടുത്ത് ഒക്കെ നമ്മളത് ഉപയോഗിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് കുഴപ്പമില്ല എന്നാണ്. സോ ദർ വെയർ ഡീറ്റെയിൽഡ് സ്റ്റഡി ഓൺ ദി എഫക്ട്സ് ഓഫ് പ്ലേയിങ് മ്യൂസിക് വൈൽ എൻഗേജിങ് ഇൻ വേരിയസ് ടൈപ്സ് ഓഫ് ടാസ്ക്. പല തരത്തിലുള്ള ജോലികൾ ചെയ്യുമ്പോൾ സംഗീതത്തിന്റെ സാന്നിധ്യം വേണോ വേണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ധാരാളം പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞത് ഡിസ്ട്രാക്ഷൻ കോൺഫ്ലിക്റ്റ് തിയറിയെ കുറിച്ച് സംസാരിക്കാവുന്നതാണ്. അപ്പൊ ആ തിയറി എന്താ പറയുന്നത് നമുക്ക് നോക്കാം. Individuals require minimal cognitive processing to perform simple tasks. Simple task ചെയ്യുമ്പോഴത്തേക്ക് മിനിമൽ കോഗ്നേറ്റീവ് പ്രോസസ്സിങ് ആവശ്യം വരും. അപ്പം കുറച്ച് അൺസ്റ്റിമുലേറ്റഡ് മൈൻഡ് ഉണ്ട്. ആ അൺസ്റ്റിമുലേറ്റഡ് മൈൻഡ് വാണ്ടർ ചെയ്യാൻ സാധ്യതയുണ്ട് അല്ലെ. സിമ്പിൾ ടാസ്ക് ചെയ്യുമ്പോഴത്തേക്ക് അധികം വലിയ സ്ട്രെയിൻ ഒന്നും എടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ദർ ഈസ് അൺസ്റ്റിമുലേറ്റഡ് പോർഷൻ ഓഫ് മൈൻഡ്, കുറച്ചൊക്കെ അത് വാണ്ടർ ചെയ്യാതിരിക്കാനായിട്ട് നമുക്ക് സംഗീതം ഉപകരിക്കും. അതാണ് സിമ്പിൾ ടാസ്കിലുള്ള ഗുണം.
സിമ്പിൾ ടാസ്ക് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ പരിചിതമായിട്ടുള്ള വർക്ക് എന്താണ് ലീസ്റ്റ് എഫേർട്ട് വേണ്ടത്, റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ഒരേ ജോലി തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പാട്ടിൻ്റെ അകമ്പടി ഉണ്ടെങ്കിൽ നല്ലതല്ലേ. അവിടെ തെറ്റാനൊന്നും പോകുന്നില്ല, അല്ലെങ്കിൽ ഇന്റർഫിയർ ചെയ്യാൻ പോകുന്നില്ല, സംഗീതം ഡിസ്ട്രാക്ട് ചെയ്യാൻ പോകുന്നില്ല, ഇമ്പയർ ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളതാണ്. കോംപ്ലക്സ് ടാസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ ഓപ്പോസിറ്റ് എന്താണ് കോംപ്ലക്സ് ടാസ്ക് എന്ന് പറയാം. എന്തായിരിക്കും ഉദ്ദേശിക്കുക? ഹാർഡ് വർക്ക്. പുതിയ ഒരു വർക്ക്, ഒരു നോവൽ മീൻസ് ന്യൂ വർക്ക്. നമുക്ക് പരിചിതമല്ലാത്തൊരു ജോലിയിലേക്ക് നമ്മൾ ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ അവിടെ അതിനെ ഒരു കോംപ്ലക്സ് വർക്ക് എന്ന് പറയാം. പിന്നെ ഡിഫിക്കൽട്ട്, മാഡം പറഞ്ഞതുപോലെ ഹൈ ഡിഗ്രി ഓഫ് വേരിയേഷൻ, വലിയ വ്യത്യാസങ്ങളുള്ള, ഒരു സമയത്ത് ചെയ്തിട്ട് പെട്ടെന്ന് വേറൊരു ചേഞ്ച് വരുന്ന, അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ, അന്തരം കൂടുതലുള്ള പണികൾ അത് ചെയ്യുമ്പോൾ മുൻപരിചയമില്ലാത്ത, ഞാൻ പറഞ്ഞു, ഇങ്ങനെയുള്ളതിനെ കോംപ്ലക്സ് എന്ന് പറയാം. റിക്വയറിങ് ലാർജ് എമൗണ്ട് ഓഫ് കോഗ്നിറ്റീവ് പ്രോസസ്സിംഗ്. അവിടെ കോഗ്നിറ്റീവ് പ്രോസസ്സിംഗിന് കൂടുതൽ ആവശ്യമുള്ള കാര്യമാണ്. ഇവിടെ ഡിസ്ട്രാക്ഷൻസ് ലൈക്ക് മ്യൂസിക് ക്യാൻ കോസ് അറ്റൻഷണൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാൻ ഇവിടെ സാധ്യതയുണ്ട്. അതാണ് കോംപ്ലക്സ് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് സംഗീതം അതിനൊരു സാധ്യതയുണ്ട്. അത് രണ്ട് തരത്തിലാന്ന് പറയുന്നത്, സ്ട്രക്ചറൽ ആൻഡ് കപ്പാസിറ്റി ഇന്റർഫിയറൻസ്. സ്ട്രക്ചറലായിട്ടും കപ്പാസിറ്റിയുടെ ഫലത്തിൽ അത് ഒന്നുകൂടെ നോക്കാം. സ്ട്രക്ചറൽ ഇന്റർഫിയറൻസ് എന്ന് പറഞ്ഞാൽ when two different inputs, the distraction and the task. ഇവിടെ രണ്ട് ഇൻപുട്ട് വരുന്നത് എന്താണ്? ഡിസ്ട്രാക്ഷൻ മീൻസ് മ്യൂസിക്കിന്റെ ഡിസ്ട്രാക്ഷൻ ആണ് പറയുക കേട്ടോ. മ്യൂസിക് ആൻഡ് ദ ടാസ്ക്, മ്യൂസിക്കും ടാസ്കും ഒരേപോലെ വരുന്നു. അപ്പോൾ വാറണ്ട് ദ സെയിം എമൗണ്ട് ഓഫ് ഫിസിയോളജിക്കൽ ന്യൂറൽ മെക്കാനിസം. അങ്ങനെയുള്ളിടത്ത് ഇന്റർഫിയറൻസ് ഉണ്ടാകും, സ്ട്രക്ചറൽ ഇന്റർഫിയറൻസ് ഉണ്ടാകും. അതെങ്ങനെയാണെന്ന് പറയാം. ഇപ്പോൾ ഒരേ ഫിസിയോളജിക്കൽ ന്യൂറൽ മെക്കാനിസം ഉപയോഗിക്കേണ്ട പണികൾ, പ്രോസസ്സിംഗ് ടു വിഷ്വൽ സിഗ്നൽസ്, ഒരേ സമയത്ത് രണ്ട് വിഷ്വൽ സിഗ്നൽസിനെ പ്രോസസ്സ് ചെയ്യുവാണെങ്കിൽ നമുക്ക് വളരെ ശ്രദ്ധ വേണ്ട ഒരു കാര്യമാണ് അല്ലേ. അതുകൊണ്ട് സ്ട്രക്ചറൽ ഇന്റർഫിയറൻസ് അവിടെ വരും. അപ്പം അങ്ങനെയുള്ള ജോലികൾ ചെയ്യുമ്പോൾ ഒരേ സമയം നമ്മുടെ ശരീരവും ന്യൂറോൺസും ഒരേ സമയം വർക്ക് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ഒരേ സമയം ഈ ഫാക്കൽറ്റീസ് ചെയ്യേണ്ട രണ്ടും ഉപയോഗിക്കേണ്ട ഒരു കാര്യം ചെയ്യുമ്പോൾ ടു വിഷ്വൽ സിഗ്നൽ, എക്സാമ്പിൾ ആണ് പറഞ്ഞത്, ടു വിഷ്വൽ സിഗ്നൽസിനെ പ്രോസസ് ചെയ്യുന്ന ഒരു സമയത്ത് ഇന്റർഫിയറൻസ് ഉണ്ടാകും. ദെൻ കപ്പാസിറ്റി ഇന്റർഫിയറൻസ് എന്ന് പറഞ്ഞാൽ പിന്നെ ടാസ്ക് ടേക്സ് അപ്പ് കൺസിഡറബിൾ അറ്റൻഷണൽ റിസോഴ്സസ്, വലിയ ശ്രദ്ധ വേണ്ട കാര്യം അതൊക്കെ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ റോക്കറ്റ് വിക്ഷേപണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത്. അങ്ങനെയൊക്കെ ഉള്ളപ്പോഴും അതാണ് കപ്പാസിറ്റി ഇന്റർഫിയറൻസ്. നേരത്തെ ഞാൻ പറഞ്ഞത് സ്ട്രക്ചറൽ ഇന്റർഫിയറൻസ്, ഒരു ഫിസിയോളജിക്കലും ന്യൂറോളജിക്കലുമായിട്ടുള്ള രണ്ട് ഫാക്കൽറ്റികളും ഉപയോഗിച്ചുകൊണ്ട് രണ്ട് വിഷ്വൽ സിഗ്നൽസിനെ പ്രോസസ്സ് ചെയ്യുന്നത് പോലെയുള്ള ജോലികൾ ചെയ്യുമ്പോൾ സ്ട്രക്ചറൽ ഡിഫറൻസ് ഉണ്ടാകുന്നു. ഇവിടെയുള്ള കപ്പാസിറ്റി ഡിഫറൻസ് ആണ്. ഇവിടെ കപ്പാസിറ്റി കൂടുതൽ അറ്റൻഷൻ വേണ്ട ഒരു കാര്യമായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. മേക്കിംഗ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു പെർഫോം ദി ടാസ്ക് വൈൽ ടോളറേറ്റിംഗ് ദ ഡിസ്ട്രാക്ഷൻ. സംഗീതത്തെ അതിജീവിച്ചുകൊണ്ട്, ആ ഒരു ഡിസ്ട്രാക്ഷനെ അതിജീവിച്ചുകൊണ്ട് പണി ചെയ്യുവാനായിട്ട് അവിടെ തടസ്സം നേരിടാം. കോംപ്ലക്സ് ടാസ്ക്. The distractions in both simple and complex tasks evoke a increased arousal. ടാസ്ക് എങ്ങനെയായാലും സംഗീത ശ്രവണം ഇൻക്രീസ്ഡ് എറൗസൽ ഉണ്ടാക്കും, ഒരു ഡ്രൈവ് ഉണ്ടാക്കും, ഇൻക്രീസ്ഡ് ഒരു ഉന്മേഷം ഉണ്ടാക്കും അല്ലെ. ഡിസ്ട്രാക്ഷൻസ്, ദാറ്റ് മീൻസ് മ്യൂസിക് എൻഹാൻസ് പെർഫോമൻസ് ഓൺ സിമ്പിൾ ടാസ്ക്. അത് നമുക്ക് ഉറപ്പിച്ച് പറയാം. സിമ്പിൾ ടാസ്ക് ചെയ്യുമ്പോൾ എന്താണ്, മ്യൂസിക്കിന്റെ അകമ്പടി സാന്നിധ്യം നമ്മുടെ പെർഫോമൻസ് കൂട്ടും എന്നുള്ളത് അടിവരയിട്ട് പറയാം. By narrowing attention or presenting elevate arousal that prevents individual for getting bored
or getting distracted from the otherwise easy task. ഈസി അല്ലാത്ത അതർവൈസ് ഈസി ടാസ്ക്, അതായത് സംഗീതം കേട്ടില്ലെങ്കിലും ഈസി ആയിട്ടുള്ള ടാസ്കുകൾ by narrowing attention or presenting elevated arousal that prevents individuals from getting bored. പറഞ്ഞാണ് എന്താണ് വിരസത ഒഴിവാക്കും. ഈസി ടാസ്ക് ആണ്, പക്ഷെ നമ്മൾ കുറച്ച് പോർഷൻ, മനസ്സിന്റെ കുറച്ച് പോർഷൻ അൺസ്റ്റിമുലേറ്റഡ് ആയിട്ട് നിൽക്കും. അത് ഡിസ്ട്രാക്റ്റഡ് ആകാതെ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. This permits the individual to focus on the task and ignore other irrelevant distractions. സിമ്പിൾ ടാസ്കിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഫോക്കസ് കൂട്ടുന്നു, മറ്റ് ഇറലവൻ്റ് ആയിട്ടുള്ള ഡിസ്ട്രാക്ഷൻസ്. ഇപ്പോൾ നമ്മൾ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വാഹനത്തിൻ്റെ ശല്യം, അതൊക്കെ നമ്മൾ പാട്ട് കേട്ട് കഴിഞ്ഞാൽ ഇറലവൻ്റ് ആയിട്ടുള്ള അങ്ങനെയുള്ള ഡിസ്ട്രാക്ഷൻസിനെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. ഓക്കെ, സിമ്പിൾ ടാസ്ക് എന്ന് പറയുമ്പോൾ മൈൻഡ് വാണ്ടർ ചെയ്യാനായിട്ട് സാധ്യതയുള്ളതെന്ന് നേരത്തെ പറഞ്ഞു. ഫോർ എക്സാമ്പിൾ, ലിസണിങ് ടു മ്യൂസിക് എൻഹാൻസസ് കോഗ്നിറ്റീവ് പെർഫോമൻസസ്. ഫോർ സിമ്പിൾ ടാസ്കിന് ലിസണിങ് ടു മ്യൂസിക് എൻഹാൻസസ് കോഗ്നിറ്റീവ് പെർഫോമൻസസ്. Okay. Complex tasks are sufficiently stimulating by themselves. ഒരു കോംപ്ലക്സ് ടാസ്ക് എന്ന് പറയുന്നത് ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് സ്റ്റിമുലേറ്റിംഗ്. അതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെ ഒരു അഡീഷണൽ ആയിട്ട് മ്യൂസിക്കിൻ്റെ ആവശ്യം ഇല്ല. ആ ടാസ്ക്, കോംപ്ലക്സ് ടാസ്ക് ചലഞ്ചിങ് ആണ്. അത് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഒരു സന്തോഷം അല്ലെങ്കിൽ സംതൃപ്തി കൈവരിക്കുവാൻ സാധിക്കും എന്നുള്ളത്. അപ്പോൾ ഇതാണ് സിമ്പിൾ ടാസ്കും കോംപ്ലക്സ് ടാസ്കും ചെയ്യുമ്പോൾ സംഗീതത്തിൻ്റെ അകമ്പടി കൊണ്ട് നമുക്കുണ്ടാകുന്ന കാര്യങ്ങൾ. ഈ ഏത് ടാസ്ക് ആയാലും പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഡിപ്പെൻഡിങ് ഓൺ ദി ഇൻഡിവിജ്വൽ, ദ ടാസ്ക് ആൻഡ് ദി ടൈപ്പ് ഓഫ്. കോംപ്ലക്സ് ടാസ്കുകളിലാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. പാട്ടും ആകാം, പക്ഷേ ദാറ്റ് ഡിപ്പെൻസ് ഓൺ ദി ഇൻഡിവിജ്വൽ ടേസ്റ്റ്, താല്പര്യം. പാട്ട് ഇഷ്ടമില്ലാത്ത ഒരാളുടെ, കോംപ്ലക്സ് വർക്ക് ചെയ്യുന്ന ഒരാളുടെ അടുത്ത് നല്ല പാട്ടങ്ങോട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഭ്രാന്തി പിടിക്കും അല്ലേ. ഉള്ള ഗുണത്തിലേറെ ദോഷമായിരിക്കും സംഭവിക്കുക. ആ വ്യക്തിയെ നോക്കണം, ആ വർക്കിൻ്റെ പ്രത്യേകത നോക്കണം, സാഹചര്യത്തെ നോക്കണം. അതുപോലെ തന്നെ ആ പാട്ടിൻ്റെ ടൈപ്പ് നോക്കണം, ഏത് ജനറലാണ്, ആ അവസരത്തിന് അല്ലെങ്കിൽ സാഹചര്യത്തിന് യോജിക്കുന്നതാണോ എന്നും നോക്കണം. ഇവിടെയൊക്കെ മ്യൂസിക് പ്ലേ ചെയ്യുമ്പോൾ ടാസ്ക് നടക്കുന്ന സിമ്പിൾ ടാസ്ക് ആയാലും കോംപ്ലക്സ് ടാസ്ക് ആയാലും മ്യൂസിക് പ്ലേ ചെയ്യുമ്പോഴത്തേക്ക് ലിറിക്സ് ഇല്ലാത്ത പാട്ടുകൾക്കാണ് കൂടുതൽ സ്വാധീനം ഉണ്ടാവുക എന്ന് പറയുന്നത്, ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക്. പക്ഷേ ലിറിക്സ് എൻജോയ് ചെയ്യുന്നവർക്കാണെങ്കിൽ, ഈസിലി എൻജോയ് ചെയ്യുന്നവർക്കാണെങ്കിൽ അത് ഉപയോഗിക്കാവുന്നു. മ്യൂസിക് തെറാപ്പിയിലാണെങ്കിൽ പറയുന്നത് ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക് ആണ് ബെറ്റർ ദാൻ ലിറിക്സ് ഉള്ള മ്യൂസിക് എന്ന് പറയും, സോങ്സ്. ഇതാണ് നമുക്ക് ഇന്ന് മ്യൂസിക് തെറാപ്പിയിലുള്ള വിചിന്തനം. നമുക്ക് അടുത്തത് ഒരു അനുസ്മരണമാണ്. അതിനുശേഷം നമുക്ക് ഗാന ആലാപനമുണ്ട്. നമ്മളിന്ന് അനുസ്മരിക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ ഗ്രൂപ്പിലും ഒക്കെ ഇട്ടിരുന്നു. അവരാണ് വി ദക്ഷിണാമൂർത്തി സ്വാമി. നമുക്കറിയാം 1950കളിലാണ് മലയാള ചലച്ചിത്ര ഗാനം രംഗം ചൂട് വെച്ച് തുടങ്ങിയെന്ന് പറയാം. അപ്പോൾ അന്നത്തെ സാഹചര്യം എന്തായിരുന്നു നമ്മളിവിടെ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. അന്ന് മറ്റ് ഭാഷകളിൽ, പ്രത്യേകിച്ച് ഹിന്ദി, തമിഴ് തുടങ്ങിയ ഭാഷകളിലെ പാട്ടുകളുടെ ചുവട് പിടിച്ചായിരുന്നു, അതിൻ്റെ ട്യൂണിലൊക്കെ ആയിരുന്നു ഇവിടെ പാട്ട് ഇഷ്ടപ്പെടുത്തിയിരുന്നത്. നമ്മുടെ സ്വാമികളും തുടക്കത്തിൽ അങ്ങനെയൊക്കെയാണ് ചെയ്തത്. പക്ഷേ അദ്ദേഹത്തിന് ഒരു ബോധ്യം ഉണ്ടായി.
നമുക്ക് നമ്മുടേതായിട്ടുള്ള മലയാളത്തിൻ്റെതായിട്ടുള്ള ഒരു ശൈലിയും ശീലും ഒക്കെ എന്തുകൊണ്ട് ഉപയോഗിച്ചു കൊടുക്കും എന്നുള്ള ഒരു ചിന്ത ദക്ഷിണാമൂർത്തി സ്വാമികൾക്ക് ഉണ്ടായതിന്റെ ഫലം ആയിട്ടാണ്. അദ്ദേഹത്തോടൊപ്പം വേറെ സംഗീത സംവിധായകരും ചേർന്ന് കേട്ടോ. അങ്ങനെയാണ് ഈ മലയാള ചലച്ചിത്ര ഗാനരംഗം ഇത്ര സമ്പുഷ്ടമായത് എന്ന് പറയുന്നു. മാറ്റം കൊണ്ടുവരാൻ, ഒരു നമ്മുടേതായിട്ടുള്ള ഒരു മൗലികത കൊണ്ടുവരാൻ വളരെ മുഖ്യമായ പങ്ക് വഹിച്ച സംഗീത സംവിധായകനാണ് നമ്മളിന്ന് ഓർക്കുക. വെങ്കടേശ്വരയ്യർ ദക്ഷിണാമൂർത്തി ചലച്ചിത്ര സംഗീത സംവിധായകൻ പറയാം. അതിനു മുമ്പും അതിന് ശേഷവും അല്ലെങ്കിൽ എപ്പോഴും അദ്ദേഹം ശാസ്ത്രീയ സംഗീതത്തിന്റെ ഒരു ആരാധകനായി. അതായിരുന്നു അദ്ദേഹത്തിന്റെ മുഖ്യം. പിന്നെ ഒരു വഴിത്തിരിവാണ് സംഗീത ചലച്ചിത്ര ഗാന രംഗത്തേക്ക് വരാനിടയാക്കിയത് എന്ന് പറയുന്നു. അച്ഛൻ ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു വെങ്കടേശ്വരയ്യർ. പാർവതി അമ്മ അവരുടെ 7 മക്കളിൽ മൂത്ത മകനാണ് ദക്ഷിണാമൂർത്തി സ്വാമി. അദ്ദേഹം പറയാറുണ്ടെന്നാണ് പറയുക, സപ്തസ്വരങ്ങൾ പോലെ ഞങ്ങള് 7 മക്കളാണെന്ന് പറയാറുണ്ടായിരുന്നു. കുട്ടിക്കാലത്ത് മുതലേ സംഗീതത്തിനോട് വളരെ ആഭിമുഖ്യം അദ്ദേഹം കാണിച്ചിട്ടുണ്ട്, താല്പര്യം കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അമ്മയാണ് പാട്ട് പഠിപ്പിച്ചത്. ത്യാഗരാജ കീർത്തനമൊക്കെ ചെറുപ്പത്തിലെ അദ്ദേഹം വശത്താക്കി എന്ന് പറയും. ഡിസംബർ 9, 1919 ആലപ്പുഴ മുല്ലയ്ക്കലാണ് ജനിച്ചത്. മലയാളം, തമിഴ്, ഹിന്ദി ഭാഷകളിൽ ധാരാളം ഗാനങ്ങൾ ചിട്ടപ്പെടുത്തി. വൈക്കത്ത് സംഗീത അധ്യാപകനായി കുറച്ചു കാലമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തരായ കുറെ ശിഷ്യഗണങ്ങൾ ഉണ്ടായിരുന്നു. പി ലീല മലയാളത്തിലെ ശക്തിയായ, തുടക്കത്തിലൊക്കെ അല്ലേ നമുക്ക് മറക്കാൻ പറ്റാത്ത പാട്ടുകൾ സമ്മാനിച്ച പി ലീല, പി സുശീല രണ്ടുപേരുമുണ്ട്. കല്യാണി മേനോൻ, ഇളയരാജ, കവിയൂർ രേവമ്മ, വസന്തഗോകുല, അമ്പിളി, ശ്രീലത, അങ്ങനെ ശിഷ്യഗണങ്ങളുടെ എണ്ണം അങ്ങനെ നീളുകയാണ്. 1950 മുതൽ 2013 വരെ സജീവമായി കലാരംഗത്തുണ്ടായിരുന്നു. 12-ാം വയസ്സിൽ അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അരങ്ങേറ്റം. 10-ാം ക്ലാസ്സിൽ ഔപചാരിക പഠനമൊക്കെ വേണ്ടെന്ന് വെച്ചു. പിന്നെ അതെന്തുകൊണ്ടാണ് സംഗീതത്തിലേക്ക് തിരിയുവാൻ വേണ്ടി തന്നെ കർണാടക സംഗീതം അഭ്യസിച്ചു. തിരുവനന്തപുരത്തുള്ള വെങ്കിടാചലം പോറ്റി ആയിരുന്നു ഗുരു. 3 വർഷം അവിടെ പഠിച്ചു. പിന്നീട് അദ്ദേഹം കർണാടക സംഗീത പഠനം തുടർന്നു. കർണാടക സംഗീതത്തിന്റെ രാഗസഞ്ചാരങ്ങൾ ലളിതമായ ഗാനങ്ങൾക്കും ഇണങ്ങും, ലാളിത്യത്തോടെ അവയിലും ഉപയോഗിക്കാം എന്ന് അദ്ദേഹം തെളിയിച്ചു. അങ്ങനെ പാട്ടുകളെ ജനപ്രിയമാക്കാം, ലളിത സംഗീതത്തെ ജനപ്രിയമാക്കാം. എങ്ങനെ? ശാസ്ത്രീയ സംഗീതത്തിന്റെ അകമ്പടിയോടെ ആക്കാമെന്ന് അദ്ദേഹം നമുക്ക് കാട്ടിത്തന്നു. ഇതാണ് സ്വാമിയുടെ വൈശിഷ്ട്യം. കുഞ്ചാക്കോ നിർമ്മിച്ച നല്ല തങ്ക ആയിരുന്നു ആദ്യ ചിത്രം. അതിൽ അഭിനയിച്ചത് യേശുദാസിന്റെ അച്ഛനാണ്. ആരായിരുന്നു? അഗസ്റ്റിൻ ജോസഫ് നായകനായിരുന്നു. അതിലൊരു പാട്ടും അഗസ്റ്റിൻ ജോസഫ് പാടിയിട്ടുണ്ട്. അപ്പൊ ഇതിവിടെ നമ്മൾ പറയാൻ കാരണം, അഗസ്റ്റിൻ ജോസഫിനെ സംഗീതം പഠിപ്പിച്ചു, അല്ലെങ്കിൽ പാട്ട് പാടാനായിട്ട് പാട്ട് ചിട്ടപ്പെടുത്താൻ സഹായിച്ചു അഗസ്റ്റിൻ ജോസഫിന്റെ മകനായ യേശുദാസ്. സാക്ഷാൽ ഗാനഗന്ധർവൻ യേശുദാസിനെ കൊണ്ട് പാടിച്ചു. അതിനുശേഷമോ യേശുദാസിന്റെ മകൻ വിജയ് യേശുദാസ്, അതിനുശേഷം വിജയ് യേശുദാസിന്റെ മകൾ അമ്മേയ. എന്ന് പറഞ്ഞാൽ സംഗീതത്തിന്റെ 4 തലമുറകളെ അദ്ദേഹം കൈപിടിച്ച് നടത്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇടനാഴിയിൽ ഒരു കാലച്ച എന്ന സിനിമയിലാണ് വിജയ് യേശുദാസ്
ആലപിച്ച പാട്ടുള്ളത്. ശ്യാമരാഗം എന്ന് പറയുന്ന സിനിമയിലാണ് അമേയ പാടിയത്. ശ്യാമരാഗം എന്ന് പറയുന്ന സിനിമ സംഗീത പ്രധാനമുള്ള സിനിമയാണെങ്കിലും അത് പുറത്തിറങ്ങിയില്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. കൂടുതൽ ഗാനങ്ങൾ എഴുതിയത് അഭയദേവ്, ശ്രീകുമാരൻ തന്നെ. ഒപ്പം പി ഭാസ്കരൻ, വയലാർ, ONV എന്നിവരുടെ പാട്ടുകളും ചെയ്തിട്ടുണ്ട്. ഓക്കെ. 2008 മിഴികൾ സാക്ഷി എന്ന ചിത്രത്തിലെ 4 ഗാനങ്ങൾ ചിട്ടപ്പെടുത്തി. 2008 എന്നൊക്കെ പറയുമ്പോൾ നല്ല ഏജായി അദ്ദേഹത്തിന്. മരണത്തിന് ഏതാനും മാസം മുൻപാണ് ശ്യാമരാഗത്തിലെ പാട്ടുകൾ ചിട്ടപ്പെടുത്തിയത്. അത് പുറത്തിറങ്ങി ഇല്ല എന്നുള്ളത്. വിലഹരി രാഗം സാധാരണ ഭക്തി ഗാനങ്ങൾക്കാണ് ഉപയോഗിക്കുക. പക്ഷെ അതുകൊണ്ട് അദ്ദേഹം ഒരു പ്രണയഗാനം സൃഷ്ടിച്ചു. വൈക്കത്തഷ്ടമി നാളിൽ ഞാനൊരു വഞ്ചിക്കാരിയെ കണ്ടു, പാകപ്പൂമരച്ചോട്ടിൽ നിൽക്കുമ്പോൾ വളകിലുത്തം കേട്ടു. ആ പാട്ട് എല്ലാവരുടെയും മനസ്സിൽ, ഹൃദയത്തിലുണ്ടെന്ന് എനിക്കറിയാം. മികച്ച സംഗീത സംവിധായകനുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 1950കളുടെ അവസാനത്തോടെ, ഞാൻ പറഞ്ഞു തുടക്കത്തില് മൗലികത, മലയാളത്തിന്റെ മൗലികത ചലച്ചിത്ര ഗാനങ്ങളിൽ കൊണ്ടുവരാനായിട്ട് അദ്ദേഹം ശ്രമിച്ചു എന്ന് പറഞ്ഞു. 50കളുടെ അവസാനത്തിൽ അദ്ദേഹത്തോടൊപ്പം ചേരാൻ പ്രശസ്തരായ സംഗീത സംവിധായകരുണ്ടായി. ഈ ഒരു പാത അദ്ദേഹം വെട്ടിത്തുറന്നു. ആ പാത വളരെ മനോഹരമാക്കി മുന്നോട്ട് കൊണ്ടുപോയവരാണ് ദേവരാജൻ മാസ്റ്റർ, ബാബുരാജൻ, കെ രാഘവൻ. ഇവരോടൊക്കെ ഒപ്പം ചേർന്നാണ് മലയാള ചലച്ചിത്ര ശാഖയ്ക്ക് സ്വന്തമായ ഒരു ശൈലി അദ്ദേഹം ഉണ്ടാക്കിയത്. 1960ന്റെ പകുതി മുതൽ ശ്രീകുമാരൻ തമ്പിയുമായി ചേർന്ന് ഒത്തിരി ഗാനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഗാനം ബ്രഹ്മാനന്ദനൊക്കെ പാട്ടുകളൊക്കെ. പി സുശീലയെ മലയാളത്തിൽ അവതരിപ്പിച്ചത്, പി സുശീല എന്ന ഗായികയെ മലയാളത്തിൽ അവതരിപ്പിച്ചത് സ്വാമിയാണ്. അത് എന്തൊരു ഭാഗ്യമാണല്ലേ. സുശീലയുടെ പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്കറിയാം. അപ്പോൾ നമ്മൾ സ്വാമിയോട് കൃതജ്ഞതയുള്ളവരായിരിക്കും. പി സുശീലയെ നമുക്ക് അവതരിപ്പിച്ചത്. 140 പരം ചിത്രങ്ങളിൽ നിന്നും 1000-ലേറെ പാട്ടുകൾ ചിട്ടപ്പെടുത്തി അദ്ദേഹം. വസന്തത്തിന്റെ കനൽ വഴികൾ എന്ന സിനിമയിലും ചെയ്തിട്ടുണ്ട്. ശ്യാമരാഗം പുറത്തിറങ്ങിയ, വസന്തത്തിന്റെ കനൽ വഴികൾ പുറത്തിറങ്ങിയ ലാസ്റ്റ് സിനിമയാണ്. അയ്യപ്പ ഭക്തി ഗാനങ്ങൾ ചെയ്തു. കലാനിലയം നാടകത്തിന് സംഗീത സംവിധാനം ചെയ്തു. ഒരു പുസ്തകം രചിച്ചിട്ടുണ്ട്, ആത്മദീപം എന്ന പുസ്തകം. നിരവധി ആരാധനാമൂർത്തികളെ കുറിച്ചുള്ള വിവരണമാണ് അതിലുള്ളത്. ഓക്കെ, പാട്ടുകളിലൂടെ പോകാൻ നമുക്ക് സമയമില്ല. അത് സാബു സാർ സമ്മതിക്കത്തില്ല. ഇനിയിപ്പോൾ നമുക്ക് എല്ലാവർക്കും പാടാനുള്ള അവസരം ഞാൻ കളയുന്നില്ല. ഭാര്യ കല്യാണി അമ്മാൾ, മക്കൾ വെങ്കടേശ്വരൻ, ജയശ്രീ, ഗോമതിശ്രീ, ഇത്രയും പേരാണ്. ഒരു പഴയ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോന്നറിയില്ല, കേട്ടിട്ടുണ്ടെന്ന് കേൾക്കാം. ദക്ഷിണേന്ത്യയുടെ ഈ സംഗീത കുലപതിയെ നമുക്ക് പ്ലേ ചെയ്യുവാണോ? ഒരെണ്ണം പ്ലേ ചെയ്യട്ടെ. ഓക്കെ, യെസ്. മലയാള സിനിമാ ഗാനങ്ങളെ ശാസ്ത്രീയ സംഗീതത്തിന്റെ ചിലങ്കയും സിന്ദൂരവും അണിയിച്ച് ആഴവും ഗൗരവവും ലാളിത്യവുമാക്കിക്കൊണ്ട് നമ്മുടെ മനസ്സിലേക്ക് കടന്നുവന്ന ശ്രീ വി ദക്ഷിണാമൂർത്തി. നല്ലതങ്കയിൽ തുടങ്ങി കഴിഞ്ഞ 55 വർഷത്തിലേറെയായി ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര സംഗീത രംഗത്ത് നിത്യവിസ്മയമായി നിറഞ്ഞു നിൽക്കുന്നു. സ്വാമിയുടെ സംഗീത തപസ്സിലേക്ക് ഈ വാർദ്ധക്യത്തിന്റെ നിറവിലും ചൈതന്യമേകുന്നത് അദ്ദേഹത്തിന്റെ അചഞ്ച ഈശ്വരവിശ്വാസവും സദാചാരപൂർവമായ ജീവിതവുമാണ്. മലയാളത്തിന്റെ ദക്ഷിണേന്ത്യയുടെ ഈ സംഗീത കുലപതിയെ നമുക്ക് ആദരിക്കാം. ആയിരം പൂർണ്ണചന്ദ്രനെ കണ്ട ഈ സംഗീത കുലപതിയെ പ്രബുദ്ധരായിട്ടുള്ള പ്രവാസി മലയാളികൾ ആദരിക്കുന്നു. സർവചരാചരത്തിനും നമസ്കാരം.
ചരാചര ഗുരുവനം നമസ്കാരം. ഈ ഒരു സംരംഭത്തിന് എന്നെ ക്ഷണിച്ചു വരുത്തി നിങ്ങളെ എല്ലാവരെയും കാണാനുള്ള ഒരു ഭാഗ്യവും എനിക്ക് കിട്ടിയതിൽ ഞാൻ വളരെ കൃതാർത്ഥമുള്ളവളാണ്. താങ്ക് യു സർ. സാറേ ഈ സൗണ്ടിന്റെ ഉടമസ്ഥൻ നമ്മോട് സംസാരിക്കും. മനോജ് സാർ. ഇതിന്റെയോ? ഞാൻ ഒരു സെന്റൻസ് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അദ്ദേഹത്തിന് ചെറുപ്പകാലം മുതലുള്ള ശീലമാണ് ഉച്ചയൂണ് കഴിഞ്ഞൊരു മയക്കം. പതിവ് പോലെ 2013 ഓഗസ്റ്റ് 2-ാം തീയതി അങ്ങനെ ഉച്ചയൂണ് കഴിഞ്ഞുള്ള ഉറക്കത്തിൽ ഹൃദയസ്തംഭനത്തിലൂടെയാണ് അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞത്. സ്വാമിയുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ നമുക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം മൗനമാചരിക്കും. താങ്ക് യു. ഓവർ ടു മനോജ് സാർ. മനോജ് സാർ പ്ലീസ്. പുലികളാണ് നമ്മുടെ കൂടെ ഉള്ളതെന്നുള്ളത് മനസ്സിലായില്ലേ? എല്ലാവർക്കും നമസ്കാരം. സംഗീത കുലപതിയെ പ്രബുദ്ധരായിട്ടുള്ള പ്രവാസി മലയാളികൾ ആദരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. സാബു സാർ ഇവിടെ പ്ലേ ചെയ്ത ഈ പ്രോഗ്രാം ദക്ഷിണാമൂർത്തി സ്വാമികളെ ആദരിക്കാൻ വേണ്ടിയിട്ട് ദുബൈയിൽ വെച്ച് നടത്തിയാണ് സാർ. അപ്പൊ അതെ. അപ്പൊ അതിന്റെ ഈ പ്രോഗ്രാം നടന്നപ്പോൾ ആ പ്രോഗ്രാമിന്റെ ഒരു കോർഡിനേറ്റർ ആയിരുന്നു ഞാനാണ് ഈ പ്രോഗ്രാമിന്റെ ഓർക്കസ്ട്ര എല്ലാം കോർഡിനേറ്റ് ചെയ്ത ആള്, അതിന്റെ പ്രാക്ടീസ് എല്ലാം അറേഞ്ച് ചെയ്ത ആള്. നാട്ടിൽ നിന്ന് ഒരുപാട് ആർട്ടിസ്റ്റുകൾ, വിജയദാസ് അടക്കം, ശ്വേത അടക്കം, മധുബാലകൃഷ്ണൻ, സാക്ഷാൽ പി സുശീല, അങ്ങനെ വന്നിട്ടുള്ള ഒരുപാട് പേര്. ഇത് യൂട്യൂബിലുണ്ട് കാണാൻ ഇത്. അപ്പം അന്നിത് നടന്നപ്പോൾ ഞാൻ കലാഭവൻ അതിനകത്ത് കണ്ടതാണ്. കലാഭവന്റെ ഒരു ബ്രാഞ്ച് ദുബായിലുണ്ട്. അത് നടത്തിക്കൊണ്ടിരുന്നത് നമ്മുടെ രാധിക തിലക് എന്ന് പറഞ്ഞിട്ടൊരു സിംഗർ ഉണ്ടായിരുന്നു. രാധിക തിലക് ഇപ്പൊ മരിച്ചുപോയി. അപ്പൊ രാധിക തിലക് ആയിരുന്നു ആ സ്കൂള് നടത്തിക്കൊണ്ട്. അപ്പൊ അവരുടെ കെയർ ഓഫിലാണ് ഈ പ്രോഗ്രാം അവിടെ നടത്തിയത്. അപ്പൊ ഞാൻ രാധിക തിലകുമായിട്ട് നമുക്ക് ഭയങ്കര അടുപ്പമുള്ള ഞാൻ ഒരുപാട് പ്രോഗ്രാമിനൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ കൂടെ ഇതിന്റെ ഒരു കോർഡിനേഷൻ ഒക്കെ നടത്തി. ഇതിന്റെ വോയിസ് ഓവർ ആദ്യം ഉണ്ടായിരുന്നു. അതിനകത്ത് ഞങ്ങൾ അവിടെ റെക്കോർഡ് ചെയ്തിട്ട് കേൾപ്പിച്ചാണ്. ഇത് മറ്റേ നെട്ടുപാടത്തു നിന്നുള്ള സാറാണ് പറഞ്ഞത്. അപ്പൊ ഇതിനകത്ത് സ്വാമിയെ ആദരിക്കുന്ന ആ ചടങ്ങില് അത് വല്ലാത്തൊരു നമുക്ക് കിട്ടിയ ഒരു ഭാഗ്യമാണെങ്കിൽ തന്നെ പറയാം സാറേ. ഒരുപാട് 2-3 ദിവസം മുന്നേ വരികയും സ്വാമിയായിട്ടൊക്കെ ഒരുപാട് വർത്തമാനങ്ങളൊക്കെ കേട്ടിരിക്കാനേ പറ്റുള്ളൂ. കാര്യം എന്തു പറഞ്ഞാലും എല്ലാത്തിനകത്തും സംഗീതമാണ്, ഭയങ്കര രസമാണ് സംസാരമൊക്കെ കേൾക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടുന്നുണ്ട്. ഞാനത് പ്ലേ ചെയ്തിട്ടില്ല. പക്ഷെ ഈ പ്രോഗ്രാമിന്റെ ഓർക്കസ്ട്ര മുഴുവൻ പിന്നെ കോർഡിനേറ്റ് ചെയ്ത് അതിന്റെ പ്രാക്ടീസ് ഒക്കെ അറേഞ്ച് ചെയ്ത് നാട്ടിൽ നിന്നും കുറെ പേരുണ്ടായിരുന്നു, ദുബായിൽ നിന്നും കുറെ ആർട്ടിസ്റ്റുകളൊക്കെ അതിനകത്ത് പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വലിയ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഈ പ്ലാറ്റ്ഫോമിൽ വീണ്ടും സ്വാമിയെ ഓർമ്മിക്കാനും ഒരു അവസരം കിട്ടിയതിലും ഒരു നല്ല കാര്യമായിട്ട് തന്നെ തോന്നുന്നു. അപ്പൊ അതാണ് എനിക്കുള്ള ഞങ്ങൾ സ്വാമിയെ നമ്മുടെ വീഡിയോയിൽ തന്നെ കണ്ടിട്ട് വാട്ട് എ ഗ്രേസ് അല്ലേ? എന്ത് ഗ്രേസ് ആണ്. ഒരു ചൈതന്യം തന്നെയാണ് സ്വാമിയുടെ കൂടെ ഇരിക്കുക എന്ന് പറഞ്ഞാല്. പാട്ടൊക്കെ പഴയ പാട്ടുകളൊക്കെ പാടിക്കേട്ട് കഴിഞ്ഞാല് ഇപ്പം ഈ സ്വാമിയുടെ പാട്ടുകൾക്കൊരു പ്രത്യേകതയാണ്. രാഗങ്ങള്, അതിന്റെ എല്ലാ ഭാവങ്ങളും പാട്ടുകാരെ കൊണ്ട് പാടിച്ച ഏത് പാട്ട് എടുത്തു കഴിഞ്ഞാലും എല്ലാ രാഗങ്ങളുടെയും ഭാവം കേൾക്കണമെങ്കിൽ ശരിക്കും ദക്ഷിണാമൂർത്തി സ്വാമികളുടെ പാട്ട് തന്നെ കേൾക്കണം. എല്ലാം അതിനകത്ത് ഉണ്ടായിരിക്കും. ഇല്ലെങ്കിൽ സ്വാമി ആരെ കൊണ്ടും അങ്ങനെ വെറുതെ സ്വാമിയുടെ തൃപ്തി വരാതെ ആരെയും പാടിക്കാതെ വിടത്തൂല. അത്ര പ്രാവശ്യം വേണമെങ്കിലും അത് റെക്കോർഡിങ്ങിലൊക്കെ ടേക്ക് എടുക്കും. ഏതായാലും സാറേ, ഇങ്ങനെ ഒരു അവസരത്തിൽ ഒരിക്കൽ കൂടി ഇദ്ദേഹത്തെ ഒന്ന് സ്മരിക്കാനുള്ള ഒരു ഭാഗ്യം ഈ പ്ലാറ്റ്ഫോമിൽ കിട്ടിയതിലും എനിക്ക് സന്തോഷമുണ്ട്. അങ്ങനെ ആ പ്രോഗ്രാം നടന്ന വലിയൊരു അനുഭവം, ഒരു അനുഭവങ്ങളിൽ കൂടെയാണ് ഞങ്ങളൊക്കെ പോകുന്നത്. താങ്ക് യു വെരി മച്ച് സാർ. നമ്മുടെ പരിപാടി നമ്മുടെ ടൈമിംഗ് കറക്റ്റ് ആണ്. 8 മണിക്ക് പാട്ട് തുടങ്ങാം. ഓക്കെ, ഇനി പാട്ടുകളാണ്. എവിടെ തുടങ്ങും എന്നുള്ളതാണ്.
ഞാൻ ഒരു രണ്ടുപേരി പാടാന്ന് പറഞ്ഞ പാട്ട്. തങ്കക്കിനാക്കൾ ഹൃദയേ വീശും വനാന്ത ചന്ദ്രികയാരോ നീ, സങ്കൽപ്പമാകെ ഉലകം വീശും വനാന്ത ചന്ദ്രികയാരോ നീ. ഇത് കോഴിക്കോട് അബ്ദുൽ ഖാദർ പാടിയ പഴയൊരു പാട്ടാണ്. പിന്നെ എത്രയോ പാട്ടുകളാണ് ചന്ദ്രികയിൽ അലിയുന്നു. മറക്കാൻ കഴിയുമോ കൈപ്പൂയ കാവടിയാട്ടം, ആകാശം ഭൂമിയെ വിളിക്കുന്നു. അയ്യപ്പ ഭക്തിഗാനമാണ് നമ്മൾ ആദ്യം തുടങ്ങുന്നത്. ആ ദിവ്യനാമം അയ്യപ്പ ഞങ്ങൾക്കാനന്ദദായക നാമം. ആരെങ്കിലും പാടിക്കും? യെസ്, ആർക്കാണ് പാടാൻ പറ്റുന്നത്? വെറുതെ ഒന്ന് നോക്കാം സർ. തീർച്ചയായും. ആ ദിവ്യനാമം അയ്യപ്പ ഞങ്ങൾക്കാനന്ദദായക നാമം. ആ ദിവ്യനാമം അയ്യപ്പ ഞങ്ങൾക്കാനന്ദദായക നാമം. ആ മണിരൂപം അയ്യപ്പ ഞങ്ങൾക്കാപാദ ചൂടമധുരം. അയ്യനയ്യപ്പ സ്വാമിയെ തീയല്ലാതില്ലൊരു ചരണം. അയ്യനയ്യപ്പ സ്വാമിയെ തീയല്ലാതില്ലൊരു ചരണം. ആ ദിവ്യനാമം അയ്യപ്പ ഞങ്ങൾക്കാനന്ദദായക നാമം. താങ്ക് യു സർ. താങ്ക് യു, നന്നായിട്ട് പാടി. ഞാൻ പെട്ടെന്നായതുകൊണ്ട് അത് ആ. കുറെ നാളായല്ലോ കേട്ടിട്ട്. ഓക്കെ. താങ്ക് യു ഓക്കെ, സർ. അടുത്തത് കൃഷ്ണന്റെ അല്ലേ? കൃഷ്ണന്റെ ഞാൻ പാടാം അതിന്റെ കുറച്ച്. പഠിക്കും. ആനത്തലവട്ടം വെണ്ണതരമേട ആനന്ദ ശ്രീകൃഷ്ണ ഓടിവാട, വാമുറുക്ക് ആനത്തലയോളം വെണ്ണതരമേട ആനന്ദ ശ്രീകൃഷ്ണ വാമുറുക്ക്. പൈക്കേളെ മേയ്ക്കുവാൻ പാടത്തയക്കാം ഞാൻ, മൈക്കണ്ണ പൊന്നുണ്ണി വാമുറുക്ക്. പൈക്കേളെ മേയ്ക്കുവാൻ പാടത്തയക്കാം ഞാൻ, മൈക്കണ്ണ പൊന്നുണ്ണി വാമുറുക്ക്. കിങ്ങിണി മോതിരം തങ്കത്താൽ ചാർത്തിടാം, പങ്കജലോചന ഓടിവാട. കിങ്ങിണി മോതിരം തങ്കത്താൽ ചാർത്തിടാം, പങ്കജലോചന ഓടിവാട. ഓക്കെ, നമുക്ക് അടുത്തേക്ക് പോകാം സാർ. അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നവർക്കും. അധ്വാനിക്കുന്നവർക്കും. ജോഷി സാറാ? ജോഷി സാർ. ജോഷി സാർ. കർത്താവേ യേശുനാഥ, അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നോർക്കും അത്താണിയായുള്ളോനേ, കർത്താവേ യേശുനാഥ, ആശ്രയം നേടിയെന്നും ശാശ്വത രക്ഷ കൊള്ളാൻ ഭവ്യ സങ്കേതം നിന്റെ ദിവ്യമാം സ്നേഹമല്ലോ. അധ്വാനിക്കുന്നവർ
ഒരു ഐഡിയൽ ഭക്തിഗാനമാണ്. ഭക്തി നാം അറിയാതെ തന്നെ ഭക്തി നമ്മുടെ മനസ്സിൽ ഒതുക്കി ഈ പാട്ട് കേട്ടാലും പോകും. താങ്ക് യു ജോഷി സർ, നന്നായിട്ട് പാടി. ചിലമ്പൊലിയിലെ ഒരു പാട്ടാണ് ഈ പാട്ട്. പ്രിയമാനസ നീ വാവ, അറിയാമോ? പ്രിയമാനസ ഇല്ല. ഓക്കെ, കുഴപ്പമില്ല. അടുത്തത് ഇതെന്തായാലും അറിയാം എല്ലാവർക്കും. കാക്കക്കുയിലേ, ആരാണ് പാടുന്നത്? കാക്കക്കുയിലേ ചൊല്ലു കൈ നോക്കാൻ അറിയാം. ചൊല്ലാം സർ. കാക്കക്കുയിലേ ചൊല്ലു കൈ നോക്കാനറിയാമോ, കാക്കക്കുയിലേ ചൊല്ലു കൈ നോക്കാനറിയാമോ, കൂട്ടുനിൽക്കും ആശകളെന്ന് കായ്ക്കുമെന്നു പറയാമോ, കാക്കക്കുയിലേ ചൊല്ലു കൈ നോക്കാനറിയാമോ. അത്രേ അറിയണുള്ളൂ സർ. മതി മതി, താങ്ക് യു. ഈ ഭാസ്കരൻ യേശുദാസ് ആലപിച്ച ബിലഹരി രാഗത്തിലാണ് ഇത്. ഉണ്ടോ? സാർ അടുത്തത് കാക്കത്തമ്പുരാട്ടി. കാക്കത്തമ്പുരാട്ടി കറുത്ത മണവാട്ടി, കാക്കത്തമ്പുരാട്ടി കറുത്ത മണവാട്ടി, എവിടെ എവിടെ കാക്കത്തമ്പുരാട്ടി കറുത്ത മണവാട്ടി, കൂട്ടിനിളയല്ലേ കുഞ്ചും മുള്ളിയല്ലേ, കൂടെ വരൂ കൂടെ വരൂ, കാക്കത്തമ്പുരാട്ടി കറുത്ത മണവാട്ടി, എവിടെ എവിടെ. താങ്ക് യു സർ. വെള്ളാരം കുന്നിറങ്ങി വന്നാട്ടെ, നിന്റെ പുല്ലാങ്കുഴലെനിക്ക് തന്നാട്ടെ. ഓക്കെ, അടുത്തത് കുരുത്തോല പെരുന്നാളിന് പള്ളിയിൽ പോയി വരാം. കുരുത്തോല പെരുന്നാളിന് പള്ളിയിൽ പോയി വരും കുഞ്ഞാറ്റ കുരുവികളെ, കണ്ണീരും കൈയുമായി നാട്ടിൻ പുറത്തൊരു കല്യാണം നിങ്ങൾക്ക് കാണാം, ഒരു കല്യാണം നിങ്ങൾക്കു കാണാം. കുരുത്തോല പെരുന്നാളിന് പള്ളിയിൽ പോയി വരും കുഞ്ഞാറ്റ കുരുവികൾ, കണ്ണീരും കൈയുമാ നാട്ടിൻ പുറത്തൊരു കല്യാണം നിങ്ങൾ കാണാം. ഒരു വാക്കു പറയാതെ ഒരു നോക്കു കാണാതെ പരിഭവിച്ചെവിടെയോ പോയി, പരിഭവിച്ചെവിടെയോ പോയി. എല്ലാം പറഞ്ഞൊന്നു മാപ്പു ചോദിക്കുവാൻ എന്നിനി എന്നി കാണും, എന്നിനി ഇനി കാണും. കുരുത്തോല പെരുന്നാളിനു പള്ളിയിൽ പോയി വരും കുഞ്ഞാറ്റ കുരുവികളെ, കണ്ണീരും കൈയുമായി നാട്ടിൻ പുറത്തൊരു കല്യാണം നിങ്ങൾക്ക് കാണാം, ഒരു കല്യാണം നിങ്ങൾക്കു കാണാം. താങ്ക് യു സർ. താങ്ക് യു, വെൽക്കം. നന്നായിട്ട് പാടി. സാറാ കേൾക്കുന്നില്ല. വിരലൊന്നില്ലെങ്കിലും
ലിസ്റ്റ് ടീച്ചർ പാടിക്കാതെ. ഞാൻ പാടട്ടെ. ആ, വിരലം പഠിക്കും. നെല്ലെങ്കിലും വീരരല്ലെങ്കിലും ഭർത്താവു നിങ്ങൾ മതി, ഒരു മുഴം തുണി വാങ്ങി തന്നാൽ മതി. കല്യാണം മുന്നിലില്ല, കാണുന്നില്ല. കല്യാണം കടിയല്ല, തുണി വാങ്ങാൻ കാശില്ല, പൊല്ലാപ്പനിക്കു വേണ്ട. ജാനകി പുന്നാരമൊന്നും വേണ്ട, ആണായാൽ ഇണ വേണ്ടേ, മനുഷ്യനു തുണ വേണ്ടേ, ഒരു കൊച്ചു കച്ചമുണ്ടു തന്നെന്നെ കൂട്ടിനു വച്ചാലെന്ത്. വിരലെങ്കിലും വീരനല്ലെങ്കിൽ ഭർത്താവോ നിങ്ങൾ ഓക്കെ, താങ്ക് യു. അടുത്തത് സ്വപ്നങ്ങൾ. പാടട്ടെ സർ, പാടട്ടെ സർ. പഠിക്കോളൂ. നേരത്തെ പാടാത്തവര് മുന്നോട്ട് വരണം കേട്ടോ. ഓക്കെ. സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. നിങ്ങൾ ഈ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ, നിങ്ങൾ ഈ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യമീ ലോകം. സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. ഓക്കെ. ഈ പാടിയത് ആരാണ് സാർ? ഈ പാടിയ ആളിനെ കണ്ടില്ലല്ലോ ജോസഫ് സാറേ. ആളിപ്പോ ജ്യോതികുമാർ സാറ് എവിടെ? ആളിവിടെ ഉണ്ട് സാർ. നല്ല അടിപൊളി പാട്ട് പാടിയിട്ട് അതെ കണ്ടല്ലോ. ഇതാണ് അതുകൊണ്ടാ കാണണമെന്ന് പറഞ്ഞു സാറേ. ഫ്രം കോഴിക്കോട്. കണ്ടല്ലോ. താങ്ക് യു. മധുരിക്കും ഓർമ്മകളെ. മധുരിക്കും ഓർമ്മകളെ മലമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ. ഇടനെഞ്ചിൻ താളമോടെ നെടുവീർപ്പിൻ മൂളലോടെ മലമഞ്ചൽ തോളിലെ പോവില്ലേ. മധുരിക്കും ഓർമ്മകളെ മലമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ. വൈക്കത്തഷ്ടമി. ജോസഫ് ജോൺ സാറെ കംപ്ലീറ്റ് ചെയ്തു. ഡ്യുവറ്റായിട്ട് വേണമെങ്കിൽ പാടാം. ടീച്ചർ കൂടുവോ? വൈക്കത്തഷ്ടമി നാളിൽ ഞാനൊരു പഞ്ചിക്കരിയെ കണ്ടു, കുമരച്ചോട്ടിൽ അടുത്ത രണ്ടുപേരും ഒരുമിച്ച് പാടിയല്ലേ നമ്മൾ ഇതിലായ? ഓൺലൈൻ. വാഗപ്പൂമരച്ചോട്ടിൽ നിന്നപ്പോൾ വളകിലുക്കം കേട്ടു. പീലി കണ്ണിൽ നീലപ്പൂവ് കണ്ടു.
വൈ ആറ്റിനക്കര നീന്തിക്കേറാ താറൊടുത്തു ഞാൻ നിൽക്കുമ്പോ സരിഗമത്തോടി തുഴഞ്ഞു വന്നവൾ സത്യവതിയെ പോലെ സരിഗമത്തോടി തുഴഞ്ഞു വന്നവൾ സത്യവതിയെ പോലെ വൈക്കത്തഷ്ടമി നാളിൽ ഞാനൊരു വഞ്ചിക്കരിയെ കണ്ടു പാകപ്പൂമര ചോട്ടിൽ നിന്നപ്പോൾ വളകിലുക്കം കേട്ടു. ചാലക്കാരന്റെ പഠിത്തു കാണുന്നില്ല. കാണാം ഇപ്പൊ കാണുന്നില്ല. പാട്ട് എനിക്ക് പാട്ട് മാറിപ്പോയി. മാറ്റി പാട്ട് വളരെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് സാബു സാർ താഴോട്ടില്ല സാറേ. ഓക്കെ. ചന്ദ്രികയിൽ അലി എന്ന് പാടിക്കോളൂ. ആര്? ഞാൻ തന്നെ. താഴോട്ടില്ല, അത്രേ ഉള്ളൂ. അതെ. ഓ അത് ശരി. ഞാൻ ചന്ദ്രികയിലലി എന്ന് പാടാം. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, നിൻചിരിയിലലിയുന്നൻ ജീവരാഗം, നീലവാനിലലിയുന്നു ദാഹമേഘം, നിൻമിഴിയിലലിയുന്നൻ ജീവമേഘം, താരകയോ നീലത്താമരയോ നിൻ താരണി കണ്ണിൽ കതിർച്ചൊരിഞ്ഞു. പോയ ജന്മപുണ്യമോ നിൻ മാനസത്തിൽ പ്രേമമധു പകർന്നു. ചന്ദ്രികയിൽ രണ്ടുപേരുമാണ്. ചന്ദ്രകാന്തം, നെഞ്ചിരിയിലലിയുന്ന ജീവരാഗം. ഓക്കെ, അടുത്ത പാട്ട് വന്നു. അമ്പലപ്പുഴ. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതി വന്നു. തൃപ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവയ്ക്കുവാനോടി വന്നതാണു ഞാൻ. രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ ഓടി വന്നതാണു. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതി വന്നു. തൃപ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവയ്ക്കുവാനോടി വന്നതാണു ഞാൻ. രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ ദേവകന്യയായോടി വന്നതാണു ഞാൻ. താങ്ക് യു സർ. സാറേ ഇത് എം ജി രാധാകൃഷ്ണന്റെ പാട്ടില്ലേ? അതിന്റെ പാട്ടല്ല, കഴിഞ്ഞ പാട്ടിലെ കോപ്പി വന്നപ്പോ കേറി വന്നതല്ല. ഞാനിങ്ങനെ വണ്ടടിക്കായിരുന്നു ഇതെന്താണ്. സാറേ എല്ലാ പാട്ടിലും പാടിക്കോളൂ. സാർ സെക്കൻഡ് കാട്ടിലെ പാൽമുഴം പോയോ? കൊണ്ട് പാടിക്കോ. കാട്ടിലെ പാൽമുഴം തണ്ടിൽ നിന്നും പാട്ടിന്റെ പാലാഴി തീർത്തവളേ, ആനന്ദകാരിണി അമൃതഭാഷിണി ഗാനവിമോഹിനി വന്നാലും കാട്ടിലെ പാൽമുഴം തണ്ടിൽ നിന്നും പാട്ടിന്റെ പാലാഴി തീർത്തവളേ, നിനക്കായി സർവവും ത്യജിച്ചൊരു ദാസൻ
വിളിക്കുന്നു നിന്നെ വിളിക്കുന്നു കനകഗോപുര നടയിൽ നിന്നും ക്ഷണിക്കുന്നു നിന്നെ കാട്ടിലെ പാൽമുഴം തണ്ടിൽ നിന്നും കാട്ടിൻ്റെ പാലാഴി തീർത്തവളേ. സൂപ്പർ. ചിത്രശിലാപാളികൾ പഠിക്കും. ചിത്രശിലാപാളികൾ ആരാ? രാജു സാറാണോ? അത്ര പരിചയമില്ല. ചിത്രശില ഞാൻ പാടട്ടെ സാർ? പാടും. ചിത്രശില പാളികൾ കൊണ്ടൊരു ശ്രീകോവിലകം ഞാൻ തീർത്തു. ചിത്രശില പാളികൾ കൊണ്ടൊരു ശ്രീകോവിലകം ഞാൻ തീർത്തു. അതിൽ നിത്യമെനിക്കാരാധിക്കാൻ നിന്റെ വിഗ്രഹം കണ്ടെടുത്തു. ചിത്രശില പാളികൾ കൊണ്ടൊരു ശ്രീകോവിലകം ഞാൻ തീർത്തു. നീയാമേനക നൃത്തം വയ്ക്കും നാൽപ്പാമരക്കാട്ടിൽ നിന്റെ രതിസുഖസാരെ കേട്ടിട്ടിന്നലെ എന്റെ തപസ്സിലകി കാമിനി എന്റെ തപസ്സിലകി. ചിത്രശില പാളികൾ കൊണ്ടൊരു ശ്രീകോവിലകം ഞാൻ തീർത്തു. സത്യമെനിക്കാരാധിക്കാൻ നിന്റെ വിഗ്രഹം കണ്ടെടുത്തു. താങ്ക് യു സാർ. അടുത്ത രാജ് സാർ പഠിക്കും. ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരി. ടെലിഫോൺ കോൾ വന്നു സാർ. ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരി ശില്പം മഞ്ഞുതുള്ളികൾ തഴുകിയൊഴുകും മധുരഹേമന്തം. ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരി ശില്പം. പ്രിയയോ കാമശിലയോ നീയൊരു പ്രണയഗീതകമോ. ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരി ശില്പം. ഗാനമേ നിൻരാഗഭാവം താമരതനുവായി ഇതളിട്ടുണരും താളലയങ്ങൾ ഈരൻ പൂന്തുകിലായി. രതിയോ രാഗനദിയോ നീ സുഖ സോപാനമോ. ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരി ശില്പം മഞ്ഞുതുള്ളികൾ തഴുകിയൊഴുകും മധുരഹേമന്തം. പ്രിയയോ കാമശിലയോ നീയൊരു പ്രണയഗീതകമോ. ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു. അടുത്ത ആറാട്ടിനാനകൾ എഴുന്നള്ളി. ഞാൻ പാടാം. സാർ തന്നെ പഠിക്കുള്ളൂ. അത് ജോഷി സാർ വരുന്നുണ്ട് തോന്നുന്നു കേട്ടോ. ജോഷി സാറിന് ചാൻസ് കൊടുക്കും. ജോഷി സാർ. Yes.
ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം. നിൻ ചിരിയിലലിയും ജീവരാഗം. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം. നിൻ ചിരിയിലലിയും ജീവരാഗം. നീലവാനിലലിയുന്നു ദാഹമേഹം. നിൻമിഴിയിലലിയുന്നൻ ജീവമേഘം. താരകയോ നീലത്താമരയോ നിൻ താരണി കണ്ണിൽ കതിർ ചൊരിഞ്ഞു. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം. നിൻ ചിരിയിലലിയുന്നൻ ജീവരാഗം. നീലവാനിലലിയുന്നു ദാഹമേഘം. നിൻമിഴിയിലലിയുന്നൻ ജീവമേഘം. ഓക്കെ ഓക്കെ സാർ, താങ്ക് യു. കഴിഞ്ഞു. അടുത്ത പാട്ട് ആറാട്ടി അല്ലെ, ചന്ദനത്തിൽ. ആറാട്ടിനാനകൾ എഴുന്നള്ളി. സാറെ പഠിക്കും. ആറാട്ടിനാനകളെഴുന്നള്ളി ആഹ്ലാദ സമുദ്രം തിരതല്ലി. ആറാട്ടിനാനകളെഴുന്നള്ളി ആനന്ദ ഭൈരവി. ആനന്ദ ഭൈരവി രാഗത്തിൻ മേളത്തിൽ അമ്പല തുളസികൾ തുമ്പി തുള്ളി. ആറാട്ടിനാനകളെഴുന്നള്ളി ആയിരത്തിരി വിളക്കു കണ്ടു ഞാൻ ചുവട്ടിൽ നിന്നെ നോക്കി നിന്നു ഞാൻ. അമ്പലപ്പുഴക്കാർതൻ നാദസ്വരലഹരി. സ്ലോളി. അമ്പലപ്പുഴക്കാർതൻ നാദസ്വരലഹരി അലമാല തീർത്തതു കേട്ടു ഞാൻ. ആറാട്ടിനാനകളെഴുന്നള്ളി ആഹ്ലാദ സമുദ്രം തിരതല്ലി. ആറാട്ടിനാനകളെഴുന്നള്ളി. അത്രേ ഉണ്ടായിരുന്നുള്ളൂ ലിറിക്സ്. ഗംഭീരായിട്ടാ ജോസഫറെ, കലക്കിയുണ്ട്. ഗുഡ്. ഓക്കെ, അടുത്ത ജ്യോതികുമാർ സാറിന്. ഇത് ശരിയാവില്ല. ആർക്കെങ്കിലും കൊടുക്കൂ സർ. ജോർജ് സാർ. പറയാൻ വേണ്ടി പറയാം, വായിക്കാം. കാർക്കൂന്തൽ കെട്ടിലെന്തിനു വാസനത്തൈലം, നിന്റെ വാർനെറ്റി തടത്തിലെന്തിനു സിന്ദൂരത്തിലകം. കാർക്കൂന്തൽ കെട്ടിലെന്തിനു വാസന തൈലം, നിന്റെ വാർനെറ്റി തടത്തിലെന്തിനു സിന്ദൂരത്തിലകം. മാനഞ്ചും കണ്ണിലെന്തിനൊന്നു രഞ്ജനക്കൂട്ട്, നിന്റെ തേൻ ചോരും ചുണ്ടിലെന്തിയ ചെമ്പരത്തി പൂമൊട്ട്.
ചെമ്പരത്തി പൂമൊട്ട് കാർക്കൂന്തൽ കെട്ടിലെന്തിനു വാസന തൈലം നിന്റെ വാർനെറ്റി തടത്തിലെന്തിനു സിന്ദൂരത്തിലകം. താങ്ക് യു സാർ. താങ്ക് യു സാർ. ജോസഫ് സാർ ഒന്ന് നീളത്തിൽ പറഞ്ഞു കൊടുക്കും സാർ. ലിസി ടീച്ചർ പാടിക്കോ. കാർക്കൂന്തൽ കെട്ടിലെന്തിനു വാസന തൈലം വാർനെറ്റി തടത്തിലെന്തിന് സിന്ദൂരത്തിലകം ആനഞ്ചും കണ്ണില് മൈക്കെടുത്ത് വിടും. ചെമ്പരത്തി പൂമൊട്ട് കാർക്കൂന്തൽ കെട്ടിലെന്തിനു വാസനത്തൈലം നിന്റെ വാർനെറ്റി തടത്തിലെന്തിന് സിന്ദൂരത്തിലകം. ഓക്കെ സാർ. താങ്ക് യു. ഇടയ്ക്ക് വോയിസ് ബ്രേക്ക് ആയി. എനിക്ക് തന്നെ എനിക്കുള്ള വിഷയമാണോ എനിക്ക് അറിഞ്ഞുകൂടാ. അതാണ് നന്നായി ടീച്ചർ. താങ്ക് യു. താങ്ക് യു സാർ. ജോർജ് സാർ ഒന്ന് ട്രൈ ചെയ്യണോ? അടുത്തത് ഇത് പാടാം. ഇത് പാടും സാർ. ജോർജ് സാറേ. ആരാ പാടുന്നേ? ഞാൻ പാടട്ടെ? ആ പഠിക്കും. പുലയനാർമണിയമ്മ പൂമുല്ലക്കാവിലം മലമാന്റെ മിഴിയുള്ള കളിത്തത്തമ്മ ആളിമാരൊത്തുകൂടി ആമ്പൽ പൂക്കടവിങ്കൽ ആയില്യപ്പൂനിലാവിൽ കുളിക്കാൻ പോയി. പുലയനാർമണിയമ്മ പൂമുല്ലക്കാവിലമ്മ കലമാന്റെ മിഴിയുള്ള കളിത്തത്തമ്മ അരളികൾ പൂക്കുന്ന കരയിലപ്പോൾ നിന്ന മലവേട ചെറുക്കൻ്റെ മനം തുടിച്ചു. അരളികൾ പൂക്കുന്ന കരയിലപ്പോൾ നിന്ന മലവേട ചെറുക്കൻ്റെ മനം തുടിച്ചു. അവളുടെ പാട്ടിൻ്റെ ലഹരിയിലവൻ മുങ്ങി. അവളുടെ പാട്ടിൻ്റെ ലഹരിയിലവൻ മുങ്ങി. വല്ലി പോലെ പുലയനാർമണിയമ്മ പൂമുല്ലക്കാവിലമ്മ കലമാന്റെ മിഴിയുള്ള കളിത്തത്തമ്മ. ഓക്കെ, താങ്ക് യു. ഓക്കെ, ലാസ്റ്റ് പാട്ടാണേ. നിന്റെ മിഴിയിൽ നീലോത്പലം. ആർക്ക് പാടാം? ജോസഫ് സാറേ ഫിനിഷ് ചെയ്യും. ഇത് നമ്മുടെ മനോജ് സാർ പോയോ? മനോജ് സാർ ഉണ്ടല്ലോ. മനോജ് സാർ പാട്ട് പാടിയില്ലല്ലോ. സാറ് പാടിക്കോളൂ. ഞാനിവിടെ ഉണ്ട് സാറേ. ഞാൻ അല്ല എല്ലാരെങ്കിലും പാടുന്നത്. സാർ ഏത് പാട്ടാ പാടുന്നതെന്ന് പറഞ്ഞാൽ മതി. പാട്ട് വെച്ച് ഞാൻ ഇതിന്റെ ആദ്യത്തെ പല്ലവി പാടാ സാറേ, ഈ പാട്ടിന്റെ തന്നെ. ആ സാർ ഇത് പാടണം. നിന്റെ മിഴിയിൽ നീലോൽപലം നിന്റെ ചുണ്ടിൽ പൊന്നശോകം നിൻ കവിളിണയിൽ കനകാംബരം നീയൊരു നിത്യവസന്തം നിന്റെ മിഴിയിൽ നീലോൽപലം. ജോസഫ് സാറ് എന്റെ അനുപല്ലവി പാടിക്കുന്നത്. പ്രേമഗംഗയിൽ ഒഴുകി ഒഴുകി വന്ന കാമദേവന്റെ കളഹംസമേ. പ്രേമഗംഗയിൽ ഒഴുകി ഒഴുകി വന്ന കാമദേവന്റെ കളഹംസമേ. ഉള്ളിലെ പൊയ്കയിൽ താമരവളയത്തിൽ ഊഞ്ഞാലാടുക തോഴി നീ ഊഞ്ഞാലാടുക തോഴി. നിന്റെ മിഴിയിൽ
നീലോൽപ്പലം നിന്നുടെ ചുണ്ടിൽ പൊന്നശോകം നിൻ കവിളിണയിൽ കനകാംബരം നീയൊരു നിത്യവസന്തം നിന്റെ മിഴിയിൽ നീലോൽപ്പലം. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പാട്ട് പാടണമെങ്കിൽ പഠിക്കൂ. ഞാൻ പാടട്ടെ ഒരു പാട്ട്? Yes, തീർച്ചയായും പഠിക്കൂ. പെരിയാറേ പെരിയാറേ പർവ്വത നിരയുടെ പനിനീരി കുളിരും കൊണ്ടു കുണുങ്ങി നടക്കുന്ന മലയാളി പെണ്ണാണു നീ, ഒരു മലയാളി പെണ്ണാണു നീ. മയിലാടും കുന്നിൽ പിറന്നു, പിന്നെ മയിലാഞ്ചി കാട്ടിൽ വളർന്നു. നഗരം കാണാത്ത നാണം മാറാത്ത നാടൻ പെണ്ണാണു നീ, ഒരു നാടൻ പെണ്ണാണു നീ. പൊന്നലകൾ ഞുറിഞ്ഞുടുത്ത് പോകാനൊരുങ്ങുകയാണല്ലോ. മലയാറ്റൂർ പള്ളിയിൽ പെരുന്നാള് കൂടണം, ശിവരാത്രി കാണേണം നീ. ആലുവ ശിവരാത്രി കാണേണം നീ. നാടാകെ തെളിനീരു നൽകേണം, നാടോടിപ്പാട്ടുകൾ പാടേണം. കടലിൽ നീ ചൊല്ലണം, കാമുകനെ കാണണം, കല്യാണമറിയിക്കണം, നിന്റെ കല്യാണം അറിയിക്കണം. പെരിയാറേ പെരിയാറേ പർവ്വത നിരയോടെ പനിനീരേ. താങ്ക് യു സർ. സാറേ, ദക്ഷിണാമൂർത്തിയുടെ ഒരു പാട്ട്. ദേവി ശ്രീദേവി തേടി വരുന്നു ഞാൻ, നിന്റെ ആലയവാതിൽ തേടി വരുന്നു ഞാൻ. ദേവി ശ്രീദേവി തേടി വരുന്നു ഞാൻ. അമ്പല നടയിലും കണ്ടില്ല നിന്നെ, അരയാൽ തറയിലും കണ്ടില്ല. അമ്പല നടയിലും കണ്ടില്ല നിന്നെ, അരയാൽ തറയിലും കണ്ടില്ല. ആശ്രമവനത്തിലും അന്തഃപുരത്തിലും അല്ലിപ്പൂങ്കാവിലും കണ്ടില്ല. ആശ്രമവനത്തിലും അന്തഃപുരത്തിലും അല്ലിപ്പൂങ്കാവിലും കണ്ടില്ല. ദേവി ശ്രീദേവി തേടി വരുന്നു ഞാൻ, നിന്റെ ആലയവാതിൽ തേടി വരുന്നു ഞാൻ. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഈ ഒരു പാട്ടും കൂടെ പറഞ്ഞില്ലായിരുന്നു, ഹൃദയ സരസിലെ. ആരാ പാടുന്നേ? മനോജ് സാർ. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ, ഇനിയും നിൻ കഥ പറയൂ. അർത്ഥമെലീലിത മിഴികളിലൂറും അശ്രുബിന്ദുവിൻ സ്വപ്നബിന്ദുവോ. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ, ഇനിയും നിൻ കഥ പറയൂ, നീ പറയൂ. അടുത്ത സ്റ്റാൻസ വേറെ ആരെങ്കിലും പാടിക്കോളൂ സാറേ. എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴഴകുള്ളൊരു നായിക നീ,
എന്നനുരാഗ തപോവന സീമയിൽ ഇന്നലെ വന്ന തപസ്വിനി നീ ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ നീ പറയൂ. എത്ര സന്ധ്യകൾ ചാരിച്ചു ചാത്തി ഇത്രയും അരുണിമു നിൻ കവിളിൽ എത്ര ഹൃദന്ത സുഗന്ധം ചാർത്തി ഇത്രയും നീലിമ നിന്റെ കണ്ണിൽ ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ നീ പറയൂ. സാബു സാറേ, ആ പൊന്മണി ഏതാണ് സാറേ? പൊൻവെയിൽ മണി മണി അത് സ്വാമികളുടെ പാട്ട് സാറേ? അതെ 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 അതെ, സ്വാമികളുടെ പാട്ട്. അതേതായിരുന്നു പാട്ട്? പൊൻവെയിൽ അതല്ല, ലിസ്റ്റിൽ ഇല്ലേ നമ്മുടെ? ഞാൻ എടുത്തുതരാം ഇപ്പൊ വരുന്നു. പാട്ടായത്. ഇടയിൽ ഞാനൊന്ന് അടിക്കട്ടെ. പാട് സാറേ. താരകരൂപിണി നീ എന്നും എന്നോടെ ഭാവന രോമാഞ്ചമായിരിക്കും. ഏകാന്ത ചിന്തതൻ ചില്ലയിൽ പൂവിടും എഴിലം പാലപ്പൂവായിരിക്കും. താരകരൂപിണി നിദ്ര തന്നീരത നീലവിഹായസ് നിത്യവും നീ പൂത്തു മിന്നി നിൽക്കും. സ്വപ്ന നക്ഷത്രമേ നെഞ്ചിരി സ്വർഗ ചിത്രങ്ങളെന്നും ഞാൻ കണ്ടു നിൽക്കും. കാവ്യവൃത്തങ്ങളിൽ ഓമനെ നീനവ മാതംഗമഞ്ജരി ആയിരിക്കും. എന്മണി വീണതൻ രാഗങ്ങളിൽ സഖി സിന്ദൂരമോഹനമായിരിക്കും. താരകരൂപിണി നീ എന്നും എന്നോടെ ഭാവന രോമാഞ്ചമായിരിക്കും. താങ്ക് യു സാർ. ഓക്കെ, അടുത്ത പൊൻവെയിൽ മണിക്കച്ച് ആരാ പാടുന്നത്? ഞാന് എന്റെ പല്ലവി പാടാം സാർ. പൊൻവെയിൽ മണിക്കച്ചയഴിഞ്ഞു വീണു സ്വർണ്ണ പീതാംബരമുലഞ്ഞു വീണു കണ്ണന്റെ മന്മഥലീലാവിനോദങ്ങൾ സുന്ദരി വനറാണി അനുകരിച്ചു. സുന്ദരി വനറാണി അനുകരിച്ചു. സന്ധ്യയാം ഗോപസ്ത്രീതൻ മുഖം തുടുത്തു ചെന്തളി മെയിൽ താരനകമന്നു രാജീവനയനന്റെ രതിവീണയാകുവാൻ രാധികേ രാധികേ നീ ഉറങ്ങിയില്ലേ പൊൻവെയിൽ
മണിക്കച്ചയഴിഞ്ഞു വീണു സ്വർണ്ണ പീതാംബരമുലഞ്ഞു വീണു. ജോസഫാണ് അടുത്ത പല്ലവി കൂടെ പാട് സാറേ, നല്ലതാണ് ചരണം. ആ കാഞ്ചന നൂപുരങ്ങൾ. നമുക്ക് എത്ര വേറെ ആരെങ്കിലും പാടാൻ നല്ല അത് തന്നെ. നൂപുരങ്ങൾ അഴിച്ചു വെച്ചു കാളിന്തി പൂനിലാവിൽ മയക്കമായി കണ്ണന്റെ മാറിലെ മലർമാലയാകുവാൻ കാമിനി കാമിനി ഇനിയും നീ ഒരുങ്ങിയില്ലേ പൊൻവേയിൽ മണിക്കച്ചയഴിഞ്ഞു വീണു സ്വർണ്ണ പീതാംബരമുലഞ്ഞു വീണു. താങ്ക് യു. ആഹാ. അതുപോലെ ജോസഫ് ജോൺ സാറേ, നമ്മുടെ ഈ ദക്ഷിണാമൂർത്തി സ്വാമികൾ എല്ലാം കൂടെ ചെറുതായിട്ട് പണ്ട് HMBയുടെ ഒരു 70s ആണെന്ന് തോന്നുന്നു ഒരു ഒരു LP റെക്കോർഡ് ഇറക്കിയിരുന്നത്. കുറേ പാട്ടുകളുണ്ട് അതിനകത്ത്. 2-3 ശ്രീമാരൻ തമ്പി അതിനകത്ത് വരികളൊക്കെ എഴുതിയിരിക്കുന്നത്. അത് സിനിമയിലെ പാട്ടല്ല സാറിന്, അതിന് കുറേ പാട്ടുകളുണ്ട്. പണ്ടു പാടിയ പാട്ടിലൊരെണ്ണം ആ എനിക്ക് തോന്നുന്നു സ്വാമികളെ അത് കമ്പ്യൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ സാറേ? അസാധ്യ പാട്ടുകളായിരുന്നു. പിന്നെ കുറെ പാട്ടുകൾ എല്ലാം നമുക്ക് മനസ്സിൽ തങ്ങി നിൽക്കുന്ന പാട്ടുകളാണ്. ലിസി ടീച്ചറെ പാടുന്ന പാടിക്കോളൂ, ഏത് പാട്ട് വേണമെങ്കിലും പാടാം കേട്ടോ. ലിസി ടീച്ചറെ ഷാജി എന്ന് പറയുന്ന ആളുണ്ട്, പാടാൻ അവസരം നമുക്ക്. ജ്യോതികുമാർ സാർ അടിപൊളിയായി കേട്ടോ, ഇതുപോലെ ആക്റ്റീവ് ആവും ഈ ദിവസം. അതെ അതെ, സാറ് നല്ലപോലെ പാടുന്നുണ്ട് ജ്യോതികുമാർ സാറ്. ആ സാറ് നല്ലോണം പാടും, പക്ഷെ തിരക്കാ, കൈ കിട്ടത്തില്ല. ആരെങ്കിലും പാടുന്നുണ്ടോ? ജ്യോതികുമാർ സാറല്ല, ജ്യോതികുമാർ സാറിന്റെ വീട്ടുകാരിയും പാടും. ആഹാ, അപ്പൊ ഡിബേറ്റ് പാടാമല്ലോ അല്ലേ സാറേ? രണ്ടുപേരും ഒക്കെ പാടും. ജോർജ് സാറിന്റെ പാട്ട് അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പർ. പ്രിപ്പയർ ചെയ്ത് പാടും, നല്ല എനർജി അല്ലേ ജോർജ് സാറും പ്രിപ്പയർ ചെയ്ത് റെഡിയായി. നമ്മളെ പാട്ട് ഗ്രൂപ്പിൽ അങ്ങനെ ഇടുമ്പോ ആൾക്കാരൊക്കെ ഒന്ന് ചൂടായിക്കും. ജോർജ് സാർ ഉണ്ടെങ്കിൽ തന്നെ, പ്ലാറ്റ്ഫോമിൽ ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു എനർജിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് അതിന്റെ അല്ലെ ദക്ഷിണാമൂർത്തികളെ കുറിച്ച് ഒന്നും കൂടെ ഓർത്ത് ജോസഫ് ജോസ് സാർ ഒന്നുകൂടെ പറഞ്ഞു നിർത്തും. അതെ, തീർച്ചയായും ശാസ്ത്രീയ സംഗീതത്തിന്റെ ശീലുകൾ ലളിതഗാനങ്ങളിൽ കോർത്തിണക്കി മലയാളിക്ക് സമ്മാനിച്ച, അതുപോലെ തന്നെ മലയാള ചലച്ചിത്ര ഗാന ശാഖയ്ക്ക് മൗലികത കൊണ്ടുവന്നു, തനതായ ഒരു വ്യക്തിത്വം കൊണ്ടുവന്ന, ഒരു ശൈലി പടുത്തുയർത്തിയ അതികായനായ വലിയ സംഗീതത്തിന്റെ സ്മരണയ്ക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. താങ്ക് യു. നാളെ നമുക്ക് വിവാഹം സ്വർഗത്തിൽ സ്വർഗത്തിലാക്കാം. 5ാമത്തെ സെഷൻ വിജയരാമൻ സാറിന്റെ എല്ലാം റെഡി ആയിട്ട് വരുന്നുണ്ട് അല്ലേ? നല്ല രസമുണ്ട് സാറിന്റെ. ചർച്ചയൊക്കെ നടത്തും, ഇടയ്ക്ക് യുദ്ധമൊക്കെ നടത്തും. സാറിന്റെ അപ്രോച്ച് കൊള്ളാം. അതെ അതെ. ഓക്കെ, ഗുഡ് നൈറ്റ്. ബൈ.